رحمي شمابوزا وابدرحمي النفشوسا പാടിൻ 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 ഹല്ലേലൂയ ആട്ടിടയന്മാർ ബേദലഹേമിൽ പാടിയ പോലെ മോറിയോ മോറാൻ തൊലുതറോൻ അശ്മബോസാൻ വാബദറഹമേ കർത്താവേ നിന്നാർദ്രത നിറയും വാതിൽ തുറന്നീ പ്രാർത്ഥന കേട്ടിട്ടാത്മാക്കൾ മേൽ കൃപ ചെയ്യണം കോഹനൈകാനീഹ് ബൈനോസ്കീനെ ബ്രോദാലോഹോം Hoy malkuzo lo me sariyo am khadishi stotram vanil mahamyam tingidunone bhuvil janma shlomoyal modam ചേർത്തോനേ മോനോമഖ്നേ സുഗോദഹാമറോ ലാദറോ ഹേമലേ ഏലോ ഏവതുകേ ആമഹോൻ ഹേഷ്കോദഹായിനേ ആചാര്യന്മാർക്കാശ്വാസം നൽകേണം നാദ സിദ്ധന്മാരോടൊപ്പം നിത്യ വാസം തന്നിൽ സ്ലൂസേ കാമാനും ബാരക്തോ സ്ലൂസേ കാമാൻ ലസലാവോസേക് നിഷ്മാമുറിയോ വനഹാസേല ദൗനത്യം ഭൗമിക പുത്രിക്കുണ്ടായെന്ന് ചൊന്നിടും ഞാൻ സംഭ്രമമാർന്നീ അത്ഭുതപൂർവം Abdaikani bainoskine brodaloho Hoi malku solome stario am kadishe Shihodisaik morodukumare rabodukogane Asulkoganaik Shamish rosaik loktesh bume sariyo am khadishi. പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമായ സത്യേക ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തന്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. വിശുദ്ധനായ സെറൂഗിലെ യാക്കോബിന്റെ 1500ാമത് ദുഃഖോനയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന അനുസ്മരണ പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. കഴിഞ്ഞ നാളുകളിൽ വിവിധങ്ങളായ വിഷയങ്ങളോട് ചേർന്ന് നിന്ന് നാം ഈ വിശുദ്ധന്റെ ജീവിതത്തെപ്പറ്റിയും അദ്ദേഹത്തിൻ്റെ എഴുത്തുകളെപ്പറ്റിയും അദ്ദേഹത്തിൻ്റെ ദൈവശാസ്ത്ര ചിന്തകളെപ്പറ്റിയും ഒക്കെ വളരെ ആഴമായി പഠിച്ചു വരികയാണല്ലോ. വീണ്ടും പുതിയൊരു വിഷയവുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 1 വർഷം നീണ്ടു നിൽക്കുന്ന ഈ പഠന പരമ്പരയോട് ചേർന്ന് ഇന്നും നമുക്ക് ഒരുമിച്ച് കാതോർക്കാം. വിശുദ്ധനായ യാക്കോബ്, സെറൂഗിലെ യാക്കോബ് എന്ന് നാം പറയുന്ന സഭയുടെ ആഴമേറിയ ദൈവശാസ്ത്ര ബോധനം നമുക്ക് നൽകിയ ആ വലിയ പിതാവിൻ്റെ
സഭയ്ക്കും ലോകത്തിനും നൽകിയിട്ടുള്ള സംഭാവനകൾ വളരെ ആഴമേറിയതും വലുതുമാണ് എന്ന് കഴിഞ്ഞ പഠനങ്ങളിലൂടെ നമുക്ക് മനസ്സിലായല്ലോ. ദി ഫ്ലൂട്ട് ഓഫ് ദ സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൻ്റെ ഓടക്കുഴൽ എന്ന് നാം സ്നേഹപൂർവവും വിശ്വാസപൂർവവും ഓർക്കുന്ന ആ വലിയ പിതാവിൻ്റെ ജീവിതം നമുക്ക് വലിയ വഴികാട്ടിയായി തീരട്ടെ എന്ന് ആദ്യമേ ഓർപ്പിക്കുകയാണ്. എന്നാൽ ഇന്ന് പുതിയ ഒരു ചിന്തയിലേക്ക് നാം കടക്കുമ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലത്തെ പറഞ്ഞുകൊണ്ട് ഒരുപക്ഷെങ്കിൽ അതിന് ആമുഖമായി ഒരു ചെറിയ ചിന്താ ശകലത്തിലൂടെ നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രഭാഷകനെ നമുക്ക് ക്ഷണിക്കാം. സെരുഗ്ലെ യാക്കോബിന്റെ പഠന പരമ്പരയിൽ നാം വിവിധ വിഷയങ്ങൾ സംസാരിച്ചപ്പോൾ തന്നെ അദ്ദേഹം ജീവിച്ചിരുന്ന സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക വശങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തെ ആഴമായി തൻ്റെ എഴുത്തുകളിൽ ചിന്തിപ്പിച്ചിട്ടുണ്ട്, സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. എല്ലാ വശങ്ങളും പറയുവാനായി ഇപ്പോൾ സാധ്യമല്ലെങ്കിലും നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ സഭയുടെ കലുഷിതമായ ഒരു സമയത്താണല്ലോ അദ്ദേഹത്തിൻ്റെ ജനനവും പിന്നീട് അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയും തുടരുന്നത്. സസാഡിയൻ സാമ്രാജ്യത്തിലെ ക്രിസ്തീയ വിരോധത്തിൽ അദ്ദേഹം മനംനൊന്തിട്ടുണ്ട്. കാൽസിഡോൺ വിശ്വാസത്തിന് വിപരീതമായി നിന്നതുകൊണ്ട് റോമാ സാമ്രാജ്യത്തിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്ന സഭയുടെ പീഡകളിൽ അദ്ദേഹം ഒരുപാട് മനംനൊന്തിട്ടുണ്ട്. ഇപ്രകാരം കലുഷിതമായ തൻ്റെ സഭാജീവിത സാഹചര്യത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം ഓരോ എഴുത്തുകൾ എഴുതുമ്പോഴും ദൈവത്തോടുള്ള അചഞ്ചലമായ ബന്ധത്തിൽ എപ്രകാരമാണ് ഒരു വിശ്വാസി തൻ്റെ ജീവിതത്തെ, സമൂഹം തൻ്റെ ജീവിതത്തെ, സഭാജീവിതം അതിലൂടെ എങ്ങനെയാണ് ദൈവരാജ്യത്തിലേക്കുള്ള വഴിയെ വെട്ടിത്തുറക്കേണ്ടുന്നത് എന്ന് അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ഈ ദൈവശാസ്ത്ര ചിന്തകളുടെ ഇടയിൽ നടന്ന കലുഷിതമായ സാഹചര്യത്തെ വിശദമായി അദ്ദേഹം പ്രതിപാദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ളതായ വിഷമവും അതേപോലെ തന്നെ ഉള്ളിൽ കടന്നുകൂടിയിട്ടുള്ള കലുഷിതമായ മനസ്സിനെയും ചിത്രീകരിക്കുന്ന അനേകം ഹോമിലീസ് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. റിലീജിയസ് ഡിബേറ്റിൽ അദ്ദേഹം എഴുതുന്ന ഹോമിലീസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നിൽ അദ്ദേഹം എഴുതുന്ന എഴുത്തുകളെ വിവിധങ്ങളായ രീതിയിൽ അതിനെ നമുക്ക് വ്യാഖ്യാനിക്കുവാനായി സാധിക്കുമെങ്കിലും അദ്ദേഹത്തിന്റെ ഹൃദയത്തിലൂടെ അന്ന് കടന്നുപോയ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്തയെ നമുക്ക് ഒരുപക്ഷെ ഓർക്കാം. അതിങ്ങനെയാണ്, ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടപ്പോൾ തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്: വാട്ട് ഷുഡ് ഹി ഹു ഈസ് സീക്കിംഗ് ടു സ്പീക്ക് അബൌട്ട് യുവർ ജനറേഷൻ ഡു വെൻ എവ്രി വൺ വാണ്ട്സ് ടു ടോക്ക് അബൌട്ട് ഇറ്റ് അക്കോർഡിംഗ് ടു ദെയർ ഓൺ വിംസ് ആൻഡ് ഫാൻസീസ്? സ്വന്തം ഇച്ഛപ്രകാരം നിങ്ങൾ ദൈവത്തെയും ദൈവചിന്തകളെയും എല്ലാത്തിനെയും വ്യാഖ്യാനിക്കുമ്പോൾ എങ്ങനെ നമുക്ക് നമ്മുടെ ഹൃദയത്തെ മുമ്പോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും? അത് പൂർണ്ണമായി ഒരു ഹോമിലിയുടെ ചില ഭാഗങ്ങളിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്: അവരവരുടേതായ ഇംഗിതത്താൽ നിന്നെപ്പറ്റി പറയുകയും, നിന്നെപ്പറ്റി എന്ന് പറഞ്ഞാൽ ദൈവമേ അങ്ങയെപ്പറ്റി, കലാപങ്ങളും അക്രമവും വരുത്തുന്നവരോട് എന്തു പറയുവാൻ? ചിലർ പറയുന്നു നീ ദൈവം മാത്രമെന്ന്, മറ്റു ചിലർ നീ മനുഷ്യൻ മാത്രമെന്ന്, വേറെ ചിലരോ നീ ദൈവവും മനുഷ്യനുമായ രണ്ടുപേരെന്ന്. നിനക്ക് വേണ്ടി വിവാഹം നിശ്ചയിക്കപ്പെട്ട യഥാർത്ഥ സഭയോട് ഇവർക്ക് എന്താണ് പറയുവാനുള്ളത്? ഈ സഭ എങ്ങനെ മുമ്പോട്ട് പോകും? എന്തിന് നിങ്ങൾ സംവദിക്കണം? നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ മാത്രം പറയുന്നു. സാധാരണപ്പെട്ട നിരപരാധികളായ ഒരേ മനസ്സോടുകൂടെ അങ്ങയെ കാണുവാനായി വരുന്നവർക്ക് ഇവരുടെ അഭിപ്രായങ്ങൾ അരോചകമാകുന്നു. അത് ലോകം താറുമാറാക്കി കളയുന്നു. എല്ലാവരും അവരവരുടേതായ താറുമാറാക്കിയ വാക്യങ്ങളും വചനങ്ങളും കൊണ്ട് അവരവർ തന്നെ മറ്റുള്ളവരെ അനുസരിപ്പിക്കുവാനായി ആഗ്രഹിക്കുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞെഴുതുന്ന അദ്ദേഹത്തിന്റെ ഹൃദയത്തെ ദൈവശാസ്ത്രമാണ് എഴുതുന്നതെങ്കിലും വേദനിപ്പിക്കുന്ന ചില ചിന്തകൾ അദ്ദേഹം പറയുന്നുണ്ട്. ഒരു പക്ഷേങ്കിൽ ഇങ്ങനെയുള്ള ഹൃദയത്തിൽ നിന്ന് വിവിധങ്ങളായ ചിന്തകൾ അദ്ദേഹം എഴുതപ്പെട്ടിട്ടുണ്ടെങ്കിലും
വളരെ പ്രസക്തമായ ഒരു ഭാഗം ഒരു പക്ഷേങ്കിൽ ദൈവത്തോട് ചേർന്ന് എങ്ങനെയാണ് ഈ കലുഷിതമായ ലോകത്തിൽ ഏകാന്തമായി ജീവിക്കേണ്ടതെന്ന് അദ്ദേഹം പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു പക്ഷേങ്കിൽ ഇന്നത്തെ നമ്മുടെ ചിന്ത അതിലേക്ക് തിരിയട്ടെ. എങ്ങനെയാണ് ഒരു ഏകാന്തവാസിയായി ജീവിക്കുന്നത്? ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ എങ്ങനെ അദ്ദേഹം അല്ലെങ്കിൽ ഒരു മനുഷ്യന് ഏകാന്തതയിലൂടെ ദൈവ സാന്നിധ്യത്തെ കണ്ടെത്തുവാൻ സാധിക്കും? ഹോംലീസ് ഓൺ സിംഗിൾസ് ഓർ മേ ബി സോളിറ്റ്യൂഡ് എന്നൊക്കെ പറയുന്ന ഹോംലീസിന്റെ ഭാഗമാണിന്ന് നാം ചിന്തിക്കുന്നത്. ഏറ്റവും അടിസ്ഥാനപരമായി ഒരു മനുഷ്യ ജീവിതത്തിൽ ആ മനുഷ്യന്റെ വിളിയെ വിവിധങ്ങളായി ദൈവം വിളിക്കുമ്പോഴും ഏകാന്തമായി ജീവിക്കുവാൻ, ഏകാന്തതയിൽ ദൈവത്തിന്റെ സാന്നിധ്യത്തെ തിരിച്ചറിയുവാനുള്ള സാധ്യതകളെ വെട്ടിത്തുറക്കുന്ന ദൈവശാസ്ത്ര ചിന്തകളിലൂടെയാണ് അദ്ദേഹം ഈ ഹോംലീസ് എഴുതുവാനായിട്ട് ഇടയായിട്ടുള്ളത്. അതിലേക്ക് നമ്മുടെ കാതുകൾ ഓർക്കാം. ഒരു പക്ഷെങ്കിൽ ഇന്നത്തെ കലുഷിതമായ ലോകത്തിൽ നമുക്ക് 1500 വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ടതായ ഹോംലീസ് വളരെയധികം പ്രയോജനം ചെയ്യുമെന്ന് വിശ്വസിക്കാം. ചിലർക്കെങ്കിലും ഈ ചിന്തകൾ അവരുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാനും അതിലൂടെ പുതിയൊരു ലോകം കെട്ടിപ്പടുക്കുവാനും പുതിയൊരു സഭാജീവിതത്തെ കണ്ടെത്തുവാനും സഭയുടെയും സമൂഹത്തിന്റെയും വളർച്ച അതുവഴി മുമ്പോട്ട് കൊണ്ടുപോകാനും ഒക്കെ സാധിക്കുമായിരിക്കും. അതിനായി ഈ ഏകാന്തവാസികളുടെ ദൈവശാസ്ത്രത്തിലേക്ക് അദ്ദേഹം നമ്മളെ തിരിക്കുകയാണ്. അതിനായി നമുക്ക് ഇന്ന് കടന്നു വരുന്നത് എത്രയും ബഹുമാനപ്പെട്ട ഏലിയാസ് വർഗീസ് അച്ഛനാണ്. ഏലിയാസ് വർഗീസ് അച്ഛൻ നമ്മുടെ MSOT സെമിനാരിയിൽ നിന്ന് ബാച്ചുലേഴ്സ് ഡിഗ്രി എടുത്തിട്ടുള്ളതും, അതേപോലെ തന്നെ അദ്ദേഹം വടവാതൂർ സെമിനാരിയിൽ നിന്ന് മാസ്റ്റേഴ്സ് എടുക്കുകയും അതേപോലെ തന്നെ സെന്റ് എഫ്രൈം സിറിയക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് മാസ്റ്റേഴ്സ് എടുക്കുകയും ചെയ്തിട്ടുള്ള ബഹുമാനപ്പെട്ട വ്യക്തിയാണ്. അദ്ദേഹം സുറിയാനിയിൽ അഗാധമായ പാണ്ഡിത്യമുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ ആരാധനാ സൗന്ദര്യവും പ്രത്യേകിച്ച് സുറിയാനിയോടുള്ള അകമഴിഞ്ഞ സ്നേഹവും പഠിക്കുവാനുള്ള ആഴവും, അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ തുടർ പഠനത്തിൽ ഒരുപാട് വ്യഗ്രതയോടുകൂടെ മുമ്പോട്ട് പോകുന്ന പുരോഹിതൻ, പ്രത്യേകിച്ച് ഇത്രയും ബഹുമാനപ്പെട്ട ഏലിയാസ് വർഗീസ് അച്ഛൻ ഈ ഹോംലിയെ ഇന്ന് നമുക്കായി വിഭജിച്ച് നൽകുകയാണ്. മിസ്റ്റിസിസത്തിലൂടെയാണ് അദ്ദേഹത്തിന്റെ, പ്രത്യേകിച്ച് ഏലിയാസ് അച്ഛന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്തകൾ കടന്നു പോകുന്നത് മിസ്റ്റിസിസത്തിലാണ്. എനിക്ക് വ്യക്തിപരമായി അദ്ദേഹത്തിന്റെ കഴിഞ്ഞ കുറേ നാളുകളായി അദ്ദേഹത്തിന്റെ ദൈവശാസ്ത്ര ചിന്തയോടും അദ്ദേഹത്തിന്റെ പഠനത്തോടും ചേർന്ന് നിന്ന് ചിന്തിക്കുവാനും ഒരുപാട് പ്രവർത്തിക്കുവാനും സാധിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഓർപ്പിക്കട്ടെ, ഇന്നത്തെ ഈ വിശദമായ ഒരു വിരുന്ന് വിശുദ്ധനായിരിക്കുന്ന സെറൂഗിലെ യാക്കോബിന്റെ ഹോംലീസിൽ, പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ഹോംലീസ് ഓഫ് സിംഗിൾ, അതിൽ നമുക്ക് നല്ല ഒരു വിരുന്ന് ലഭിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഏറ്റവും ബഹുമാന പുരസരം ഈ ഇന്നത്തെ ഈ പഠന പരമ്പരയിലേക്ക് ബഹുമാനപ്പെട്ട ഏലിയാസ് വർഗീസ് അച്ഛനെ ഹാർദവുമായി സ്വാഗതം ചെയ്യും. നന്ദി അച്ഛ. ബിശേം ആബോ വബ്രോ റൂഹോ കാദീശോ ഹാദാലോഹോ ഷാരീറോ അമീൻ. സുറൂഗിലെ മോർ യാക്കോവിന്റെ അനുസ്മരണ ഈ പഠന കാലയളവിൽ പ്രത്യേകമായി എന്നെ ക്ഷണിച്ചതിന് ഇതിന്റെ ഭാരവാഹികളോട് നന്ദി അർപ്പിക്കുകയാണ്. ആദ്യമേ തന്നെ ഈ പഠനത്തിന്റെ പരിമിതികളെ കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നത് നന്നായിരിക്കും. ഒന്നാമതായി, ഞാനൊരു പ്രാരംഭ വിദ്യാർത്ഥിയാണ്. ദൈവശാസ്ത്രത്തിലും സുറിയാനി ഭാഷയിലുമൊക്കെ അതിൻ്റെതായ പരിമിതികൾ ഒരു പ്രാരംഭ വിദ്യാർത്ഥി എന്ന നിലയിൽ ഈ പഠനത്തിൽ ഈ ഒരു പ്രബന്ധം അവതരിപ്പിക്കുന്ന സമയത്ത് യഥാർത്ഥത്തിലുണ്ട്. രണ്ടാമതായി, ഈ മിസ്റ്റിക്കൽ സ്പിരിച്വാലിറ്റി ഒക്കെ എന്ന് പറയപ്പെടുന്ന താപസന്മാരുടെ ആത്മീയത, അതിനെ ദൈവശാസ്ത്രം, ക്ലാസിക്കൽ ദൈവശാസ്ത്രവുമായി, ക്ലാസിക്കൽ തിയോളജിയുമായി ബന്ധപ്പെടുത്തി നമ്മൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളത് ഇച്ചിരി ആയാസമേറിയ കാര്യങ്ങളാണ്. ഒരു സന്യാസിയുടെ, താപസന്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് നോക്കുമ്പോൾ വളരെ ആഴമേറിയ ചില മിസ്റ്റിക്കൽ ചിന്തകൾ ഒക്കെയും സ്രൂഗിലെ മോർ യാക്കോബ് കൈമാറി കൊടുക്കുന്നുണ്ട്. ഒരു പരിധിവരെയും പ്രാർത്ഥനയോടുകൂടി മാത്രമാണ് ഇതിനെ സമീപിക്കുവാൻ സാധിക്കുകയുള്ളൂ.
അതുകൊണ്ട് ഈ ഹോമിലി നൽകുന്ന ഭാഷയുടെ ആഴം ഭാഷാപരമായി വളരെ സിമ്പിൾ ആണെങ്കിലും ഇത് യഥാർത്ഥത്തിൽ ചില വാക്കുകളൊക്കെയും ഗ്രീക്കിൽ നിന്ന് കടമെടുക്കുന്ന വാക്കുകളൊക്കെ ആണെങ്കിലും വളരെ ആഴമേറിയതാണ്. അതിനെ ആ ഒരു കാഴ്ചപ്പാടിൽ കാണുവാൻ നമുക്കേവർക്കും സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ സ്രൂഗിലെമോർ യാക്കോബിനെ കുറിച്ചുള്ള ഈ പഠന പരമ്പരയുടെ ഈ എപ്പിസോഡ് ആരംഭിക്കാം. സ്രൂഗിലെമോർ യാക്കോബ്, അദ്ദേഹത്തിന്റെ 2 മെമ്മറാകളെ കുറിച്ചുള്ള പഠനമാണ് നാം ഇന്ന് നടത്തുക. ഹോമിലീസ് ഓൺ സോളിറ്ററീസ്, ഏകാന്തവാസികൾ, അല്ലെങ്കിൽ സുറിയാനിയിൽ ഇഹീദോയെ എന്ന് പറയും. അവരെ കുറിച്ചുള്ള 2 ഹോമിലികളാണ് നാം ഇന്ന് പഠിക്കുവാൻ ആരംഭിക്കുക. ഞാൻ ഇപ്പോൾ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാവുന്ന പ്രകാരം ഹോമിലിയിലെ ഒരു 5 വരികൾ ഇപ്രകാരം നമുക്ക് ധ്യാനിച്ചാരംഭിക്കാം. സ്ലിഹേ ദഗ്രേസ് അൽഗലിയോനെ ഫിസിതിനാമോ ബസുമീറോ സോദുറുഹോ കുലിയും മെസ്ബാസമുad മെൻകിത്തോറെ ഹലിയോദു ദാവിദ് ദമസാഗേലോസ് റിഗിൻ ഹായൈ അൽയുലുഫോനെ അലോഹോയെ ബബുബാറുദൈസോം ലീലോദ്ഹായെ റോയോ നഫ്ശോ. ഇഹിദായെ, സോളിറ്ററീസ്, അവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് മോർ യാക്കോബ് ഇപ്രകാരം അവരോട് പറയുകയാണ്. സ്ലിഹേ ദഗ്രേസ് അൽ ഗലിയോനെഫ് ഷീത്തിനാമോ, അപ്പോസ്തലന്മാർ പ്രസംഗിച്ച വെളിപ്പെടുത്തപ്പെട്ട ദിവ്യ സംഗതികളെ നിന്റെ മുമ്പാകെ വെച്ചിരിക്കുകയാണ്. ബസ്മീറോസോ ദുറൂഹോ കുലിയും മെസ്ബാസാമാത്, ദാവീദിന്റെ മെൻകിത്തോറെ ഹലിയോദ് ദാവീദ് ദംസാഗേലോക്, ദാവീദിന്റെ മധുരമുള്ള കിന്നരങ്ങൾ മീട്ടി ആ ആത്മീയ ഗാനങ്ങളാൽ നീ ആനന്ദിക്കുക. ശ്രീഗിൻഹായ അൽയുൽഫോനെയാലോഹോയ്, ആത്മീയമായ ഉപദേശങ്ങളാൽ നീ നിന്റെ ജീവിതം നെയ്തെടുക്കുക. നിന്റെ ആത്മാവ് സംവദിക്കുവാൻ സാധിക്കുന്ന ജീവന്റെ പറുദീസായിൽ മേയട്ടെ. ഇതാണ് ഇഹിദായെ, താപസന്മാരെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള ഒരു പദ്യശകലം. സ്രൂഗിലെമോർ യാക്കോബ് ജീവിച്ച കാലഘട്ടത്തെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സ്രൂഗിലെമോർ യാക്കോബ് ജനിച്ച വർഷമാണ് കാൽസിഡോൺ സിനഡ് നടന്നത്. അപ്പൊ പോസ്റ്റ് കാൽസിഡോൺ ടൈമാണ് സ്രൂഗിലെമോർ യാക്കോബിന്റെ ജീവിത കാലഘട്ടം. സഭയിൽ ഏറ്റവും വലിയ പിരിച്ചിലുണ്ടായത് ഈ കാൽസിഡോൺ സിനഡിന് ശേഷമാണ്. ഓറിയന്റൽ ചർച്ചുകളൊക്കെയും ബൈസാന്റിയൻ ചർച്ചിൽ നിന്നും വെസ്റ്റിലെ ചർച്ചിൽ നിന്നൊക്കെയും മാറി നിൽക്കുകയും അതിനുശേഷം ഉണ്ടാകുന്ന പീഡനങ്ങളൊക്കെയും സുറിയാനി സംസാരിക്കുന്ന ആളുകളുടെ ഇടയിൽ, പ്രത്യേകിച്ച് എഡേസയിൽ, സ്കൂൾ ഓഫ് എഡേസ എന്നറിയപ്പെടുന്ന സുറിയാനി സംസാരിക്കുന്ന ദൈവശാസ്ത്രജ്ഞരുടെ ഒരു സ്കൂളാണ്. അവിടെയും ഈ കാൽസിഡോണിന് ശേഷം ഒത്തിരി കോൺട്രവേഴ്സീസ് ഒക്കെ ഉണ്ടാകുന്നുണ്ട്. ഒരു വിഭാഗം അലക്സാന്ദ്രിയയിലെ മോർ കൂറിലോസിന്റെ ഭാഗത്ത് നിൽക്കുമ്പോൾ മറുഭാഗം മോപ്സോസിയയിലെ മോർ തിയോഡോറിന്റെ പഠനങ്ങളുമായി നിൽക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് എഡേസയിലെ സ്കൂളിൽ മോർ യാക്കോബ് പഠിക്കുക. കണ്ടംപററിയാണ് മബൂഗിലെ മോർ പീലക്സിനോസ്. പിന്നീട് ഈ എഡേസയിലെ സ്കൂള് നിസീബിസിലേക്ക് മാറുന്നുണ്ട്. പൊളിറ്റിക്കലായിട്ടുള്ള ഒത്തിരി കാരണങ്ങളൊക്കെ അതിന് ഉണ്ടാകുന്നുണ്ട്. പലരും പറയാറുണ്ട്, ചിലപ്പോൾ ചില സംശയങ്ങൾ ചില മേഖലയിൽ വരാറുണ്ട്. സ്രൂഗിലെമോർ യാക്കോബ് ഒരു ഈഹിദായോ ആയിരുന്നോ, അദ്ദേഹം ഒരു താമസനായിരുന്നു എന്നുള്ള ചോദ്യമൊക്കെ ഉണ്ട്. അപ്രയം ബർസോം പത്രികീസ്വാ തിരുവനന്തപുരം കൊണ്ട് അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ കൃതിയാണ് ബേറൂലെ ബദീറെ,
സ്കാറ്റേർഡ് പേൾസ് അതിൽ പറയുന്നുണ്ട്. ഹി ബിക്കെയിം എ മങ്ക് ആൻഡ് അസെറ്റിക്. ഒരു താപസനായിട്ട് അറിയപ്പെട്ടു. മാത്രമല്ല അദ്ദേഹത്തിന്റെ എഴുത്തുകൾ, അദ്ദേഹത്തിന്റെ നീതിപൂർവമായ ഭക്തിപൂർവമായ ജീവിതമൊക്കെയും അനേക ആയിരങ്ങളെ സ്വാധീനിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ് മോർ യാക്കോബ്, സ്രൂഗ് ലെമോർ യാക്കോബ്. അപ്പൊ അദ്ദേഹം ഒരു താപസനായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. മുന്നോട്ട് നീങ്ങാൻ നമ്മൾ പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പദമാണ് ഇഹീദോയോ. അപ്പോ ഈ മെമ്മറ ഇഹീദോയോ സിംഗുലർ ആണ്, സോളിറ്ററി, സിംഗിൾ വൺ എന്നൊക്കെ അർത്ഥമുണ്ട്. ആ പദത്തിന്റെ ഒരു പാരമ്പര്യവും ചരിത്രവും നമ്മൾ പ്രത്യേകം അറിയണം. എല്ലാ സുറിയാനി എഴുത്തുകാരും സുറിയാനി മിസ്റ്റിക്കുകളും ഈ ഒരു സിറിയക് പ്രോട്ടോ മിസ്റ്റിക് അറ്റ്മോസ്ഫിയർ അറിഞ്ഞിരുന്നവരാണ്. 5th സെഞ്ചുറി വരെ സുറിയാനി പാരമ്പര്യം എപ്പോഴും അതിൻ്റെ തനിമ നിലനിർത്തിക്കൊണ്ടുപോകുന്നു. അതായത് ഈജിപ്ഷ്യൻ മൊണാസ്റ്റിക് നേച്ചർ സുറിയാനി പാരമ്പര്യത്തിലേക്ക് കടന്നു വരുന്നത് 4th സെഞ്ചുറി മുതലാണ്. 5th സെഞ്ചുറിയിലാണ് അത് വളരെ പ്രബലപ്പെടുക. അതുവരെയും ഒരു സുറിയാനി പൈതൃകം, ഒരു തനിമ സുറിയാനി സഭകളുടെ ഡയസയിലും കിഴക്കോട്ടുമൊക്കെയും നിലനിന്നിരുന്നു. അത് പിൽക്കാലത്തുള്ള എല്ലാ എഴുത്തുകാർക്കും അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ആ പാരമ്പര്യം പേറുന്ന സ്രൂഗ് ലെമോർ യാക്കോബ് ഇഹീദോയോ എന്ന പദം എപ്പോഴും ആവർത്തിച്ച് ഉപയോഗിക്കുക. മോർ ഔഗേന്റെ കാലഘട്ടത്തിലാണ് ഈജിപ്തിൽ നിന്ന് മോർ ഔഗേനും ശിഷ്യന്മാരുമാണ് ഈജിപ്ഷ്യൻ മൊണാസ്റ്റിക് സ്റ്റൈലുകളൊക്കെയും സുറിയാനി പാരമ്പര്യത്തിലേക്ക് കൊണ്ടുവരിക. അപ്പൊ അതിനു മുമ്പ് ആദ്യമേ നിലനിന്നിരുന്ന ഒരു മൊണാസ്റ്റിക് സ്റ്റൈലായിരുന്നു ഈ പ്രോട്ടോ മൊണാസ്റ്റിക് ട്രഡീഷൻ ഇൻ സിറിയൻ ക്രിസ്ത്യാനിറ്റി. അവിടെ ഉപയോഗിക്കപ്പെടുന്ന 2-3 പദങ്ങളാണ് ഇഹീദോയോ, ബെനൈക്യോമോ, കാദീശൂസോ, ബുസൂലോസോ എന്നൊക്കെ പറഞ്ഞ പദങ്ങൾ. വ്യത്യസ്തമായ ആശ്രമ പാരമ്പര്യങ്ങളെ കുറിച്ചാണ് പറയുക. ഇഹീദോയോ എന്ന പദം അതിന്റെ റൂട്ട് കിടക്കുന്നത് ഹാദ് എന്ന സുറിയാനി പദത്തിൽ നിന്നാണ്. ഹാദ് എന്ന വാക്കിന്റെ അർത്ഥം വൺ എന്നുള്ളതാണ്. ഇഹീദോയോ എന്ന വാക്കിന്റെ ഡയറക്റ്റ് മീനിങ് ഒരു സന്യാസി എന്നോ മങ്ക് എന്നോ ഹെർമിറ്റോ ഒന്നും അല്ല. ഇഹീദോയോ അഡ്ജക്റ്റീവായിട്ടാണ് പലപ്പോഴും ഉപയോഗിക്കുക. അത് ക്രിസ്തുവിനെയാണ് കാണിക്കുക. സിംഗിൾ വൺ, ഏകനായിരിക്കുന്നവൻ. ഇതിന് തത്തുല്യമായൊരു പദം ഗ്രീക്കിലുണ്ട്, മോണോജിനസ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ ഏകജാതൻ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ സുറിയാനി പാരമ്പര്യത്തിന്റെ ഏറ്റവും വലിയ ഒരു ബ്യൂട്ടി, സവിശേഷത എന്ന് പറയുന്നത് ബിബ്ലിക്കൽ റൂട്ടഡാണ്, വിശുദ്ധ ഗ്രന്ഥത്തോട് ചേർന്ന് നിൽക്കുക. അതുകൊണ്ട് തന്നെയാണ് താപസന്മാർക്ക് ഇഹീദോയോ എന്ന പദം കൂടി ഉപയോഗിക്കുക. ദ യൂണിക് വൺ, യൂണിഫൈഡ് വൺ എന്നൊക്കെ അർത്ഥം വരും. ഓൾഡ് അരാമിക് ട്രഡീഷനിലൊക്കെയും ഈ പദം ഉപയോഗിക്കുന്നുണ്ട്. ആദാമിന് അവൻ വീഴുന്നതിന് മുമ്പ് ഉപയോഗിക്കുന്ന പദവും ഇഹീദോയോ എന്നാണ്. സ്വർഗത്തിലുള്ള ദൈവത്തിന് ഈ അരാമിക് ട്രഡീഷനിൽ ഉപയോഗിക്കുന്ന പദവും ഇഹീദോയോ, ഏകനായിരിക്കുന്നവനായ ദൈവം എന്ന് ഉപയോഗിക്കുന്നതും ഇതിൽ തന്നെയാണ്. പുതിയ നിയമ കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ യേശുമിശിഹായാണ് ഇഹീദോയോ എന്ന പദം റെപ്രസെന്റ് ചെയ്യുക. ദ ഓൺലി ബിഗോട്ടൺ, ദ ഓൺലി വൺ, ഏകനായിരിക്കുന്നവൻ, പിതാവിന്റെ ഏകനായിരിക്കുന്നവൻ. കാലക്രമേണ അത് മിശിഹായുടെ പരിപൂർണത കാണിക്കുന്നതാണ്, ആ പദമായിട്ട് മാറി. അതായത് മിശിഹായുടെ പരിപൂർണമായ ശിഷ്യന്മാരായി ആരൊക്കെ പരിശ്രമിക്കുന്നുവോ, ആയിത്തീരുവാൻ പരിശ്രമിക്കുന്നുവോ, അങ്ങനെയുള്ള ഹെർമിറ്റുകളെയും ദേറാക്കാരെയും വിളിക്കുവാൻ തുടങ്ങിയ പദമാണ് ഇഹീദോയോ. ക്രിസ്തുവിനെ പോലെ ആയിത്തീരുവാൻ, പരിപൂർണത നേടുവാൻ പരിശ്രമിക്കുന്നു. ഗമീറൂസോ, പെർഫെക്ഷൻ, അതിനുവേണ്ടി പരിശ്രമിക്കുന്നവർക്കുള്ള വിളിക്കുന്ന പേരായി ഇഹീദോയോ എന്ന്. മോർ അഫ്രൈം ഇഹീദോയോ എന്ന പദം ഉപയോഗിക്കുന്നുണ്ട് നിസീബിസിലെ മോർ യാക്കോബിനെ കുറിച്ചുള്ള മെമ്മറായിൽ. ആരാണോ ആ അനന്യനായ ഇഹീദോയോ? ക്രിസ്തുവിനെ കുറിച്ചാണ്. ക്രിസ്തുവിനെ ധരിക്കുന്നത് അവർ പ്യൂരിറ്റി as well as in യൂണിറ്റി,
വിശുദ്ധിയിലും ആരാണോ ക്രിസ്തുവിനെ ധരിക്കുക അവനെയാണ് ഇഹീദോ എന്ന പദം കൊണ്ട് അഫ്രൈം അർത്ഥമാക്കുക. അങ്ങനെയുള്ളവർ ക്രിസ്തുവിനെ പോലെ ഇഹീദോയായി മാറും, സിംഗിൾ വണ്ണായി മാറും, മിശിഹ ആയി മാറും എന്നുള്ളത് തന്നെയാണ്. ബുക്ക് ഓഫ് സ്റ്റെപ്സ് 3rd സെഞ്ചുറിയിലെ ഒരു മിസ്റ്റിക്കൽ ബുക്കാണ് ബുക്ക് ഓഫ് സ്റ്റെപ്സ്. അതിലും പറയുന്നുണ്ട് ആരാണ് ഇഹീദോയോ. ഇഹീദോയോ ആർ ലൈക്ക്, ഇഹിദോയെ ആർ ലൈക്ക്, സോളിറ്ററീസ് ആർ ലൈക്ക് ഏഞ്ചൽസ്, സ്വർഗത്തിലെ മാലാഖമാരെ പോലെയാണ്. ഇപ്പൊ 2 മെമ്മറായികളിലും സ്രൂഗിലമോർ യാക്കോബ് അഭിസംബോധന ചെയ്യുന്ന, അഡ്രസ് ചെയ്യുന്നത് ഇഹീദോയെ എന്ന് തന്നെയാണ്. ചില സമയത്ത് മോർട്ടൽസ് എന്ന് അഭിസംബോധനയുണ്ട്, ഓർ ഡിസൈപ്പിൾസ്, ബ്രദേഴ്സ്, ഓർ ഡിസേണിംഗ് വൺസ് എന്നൊക്കെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. ഒരു മൊണാസ്റ്റിക് സ്പിരിച്വാലിറ്റി ഓഫ് മോർ ജേക്കബ് ഓഫ് സെറൂഖ് എന്ന് നാം അന്വേഷിച്ചു കഴിഞ്ഞാൽ ഈ 2 മെമ്രാകളിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു മിസ്റ്റിക്കൽ സ്പിരിച്വാലിറ്റി, ആത്മീയത, ദേറാക്കാരെ പറ്റിയുള്ള ആത്മീയത കാഴ്ചപ്പാടുകളും പഠിപ്പിക്കലുകളും ഒക്കെയും നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഒരു കാര്യം പ്രത്യേകമായി കാണേണ്ടതുണ്ട്, ഒരിടത്ത് പോലും ഈ 2 മെമ്രാകളിലും ഇഹീദോയെ എന്ന് അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നുണ്ടെങ്കിലും മറ്റ് പ്രോട്ടോ മൊണാസ്റ്റിക് സ്റ്റൈലൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല, അല്ലെങ്കിൽ ആ പേരുകളോ ആ സിസ്റ്റമോ ഒന്നും അദ്ദേഹം ഇവിടെ പേര് വിളിച്ച് കാണുന്നില്ല. അതായത് ബിനായ്ക്കോമോ എന്നോ കദീശൂസോ എന്നോ ബുസൂലൂസോ എന്നുള്ള ആ പേര് ഈ 5ാം നൂറ്റാണ്ടായപ്പോഴേക്കും ഇദ്ദേഹം വിളിക്കുന്നതായി കാണുന്നില്ല. എന്നാൽ ഇഹീദോ എന്ന പദം വളരെ പ്രബലമായിട്ട് നിൽക്കുന്നുണ്ട്. മോർ യാക്കോബിന്റെ അഭിപ്രായത്തിൽ ആരാണ് ഇഹീദോയോ എന്നുള്ള പദം നമ്മൾ പ്രത്യേകമായി ഇപ്പൊ കാണാവുന്നതാണ്. 2ാമത്തെ മെമ്മറായിൽ അദ്ദേഹം പ്രത്യേകമായി ആരാണ് ഇഹീദോയോ എന്ന് പറയുന്നുണ്ട്. സോദക്കൽ ഐനോ ലിഹീദോയാവ് ഓ ഫോറൂശേ, ഓ വിവേകിയായ ഇഹീദോയോ താപസനെ, ലോകത്തിന്റെ ദുഃഖത്തെ, പീഡയെ, മോഹത്തെ അതിൽ നിന്നും അകലം കാത്തു സൂക്ഷിക്കുന്നവനാണ് നീയാണ് യോഗ്യനായിരിക്കുന്നവൻ, നീയാണ് ഇഹീദോയോ. ധൻഹൂർ നഗസേദ് മെൻ ഖുമോ ഷോഖേദ് ഒൽമോറാഹി, ലോകത്തിൽ നിന്ന് അകലം പാലിച്ചിരിക്കുന്നവനാണ്. നഹസെ ഹോലെ ദബ്ഹെ നീസൗ അഖാഖീമോ ഹു നഹേദ് നലാബേവ് നബിഷേ നഹദെ അമോലോ ദുറഹെ. അതായത് ക്ലേശവും തളർച്ചയും ദുഃഖത്തിലേക്ക് നയിക്കുമ്പോൾ അതിനെ ആനന്ദത്തിലേക്കും തൻ്റെ വഴിയെ പരിപൂർണതയിലേക്കും എത്തിക്കുന്ന സമർത്ഥനായ നീയാണ് ഇഹീദോയോ. അതാണ് യാക്കോബ് പറയുന്നത്. അതായത് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഒത്തിരി തളർച്ചയുണ്ട്, ക്ലേശമുണ്ട്. ഈ പദങ്ങളൊക്കെ സന്യാസികളുമായി ബന്ധപ്പെട്ടതാണ്. ഡിപ്രഷൻ, മെലങ്കോളി എന്ന ഗ്രീക്ക് പദങ്ങളൊക്കെയാണ്. അപ്പൊ അതിനെ അങ്ങനെ ദുഃഖത്തിൽ കഴിയുന്ന അനുഭവത്തിലും അതിനെ ആനന്ദത്തിലേക്ക്, സ്വർഗീയ ആനന്ദത്തിലേക്കും പരിപൂർണതയിലേക്കും ഗമീറൂസോ പെർഫെക്ഷനിലേക്കും എത്തിക്കുന്ന വ്യക്തിയാണ് സോളിറ്ററി എന്ന് പറയുന്നത്. വഹലോ ഫാഷോ കറിയൂസ് ലേബോ ദമ ഈഖിൻലെ നഗസേ സോദേ ലൊറഹേൻ ശാലേം ബഗ്മീറൂസോ നമ്മൾ കണ്ടതാണ്. അടുത്ത പദമാണ് വളരെ പ്രധാനപ്പെട്ടത്. യാക്കോബിന്റെ തനി പ്രത്യേകിച്ച് സെമറ്റിക് പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് തന്നെ അദ്ദേഹം സംസാരിക്കുന്നു. നിസീമിയുല മൊറിയോഗ ദോമ കുലിശോ അഖ് മഹസീസോ ഹോലോ ഓസാൽ മെൻഹാഷോ ലോമെൻ ഒക്സോ. ഓ ഇഹീദോയോ, നീ നിന്നെ തന്നെ നാഥന്റെ മുമ്പാകെ നിർത്തുക, ദർപ്പണത്തിന്റെ മുമ്പാകെ എന്നതുപോലെ, കണ്ണാടിയുടെ മുമ്പാകെ എന്നതുപോലെ. നോക്കൂ, അവൻ കഷ്ടതയിലും ദുഃഖത്തിലും വ്യതിചലിക്കുകയില്ല. അങ്ങനെ ചെയ്യുന്നവൻ കഷ്ടതയിലും ദുഃഖത്തിലും വ്യതിചലിക്കുകയില്ല എന്നാണ് പറയുക. അതായത് ഇഹീദോയോ ആരെന്ന് ചോദിച്ചാൽ
യാക്കോബ് ശ്രുഗിലമോർ യാക്കോബ് പറയുന്നത്, ക്രിസ്തുവിനെ തന്റെ മുമ്പാകെ ഒരു കണ്ണാടി എന്ന പോലെ നിർത്തുന്നവനാണ് ഇഹീദോയോ. അതായത് അതിന്റെ അർത്ഥം, കണ്ണാടി, ദർപ്പണം എപ്പോഴും ഉപയോഗിക്കുക നമ്മളെ തന്നെ കാണുവാൻ വേണ്ടിയാണ്. കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ നമ്മളെ തന്നെ കാണണം. നാം നോക്കുമ്പോൾ ക്രിസ്തുവിനെ നമ്മളിൽ കാണുവാൻ സാധിക്കുന്നുവെങ്കിൽ അതിനാണ് ഇഹീദോയോ എന്ന് പറയുന്നത്. അതായത് പരിപൂർണതയിലേക്ക് നയിക്കപ്പെടണം. പൗലോസ്ലീഹ ഓർമ്മിപ്പിക്കുന്നത് പോലെ ക്രിസ്തുവാകുന്ന തലയോളം വളരുക എന്ന് പറഞ്ഞാൽ ക്രിസ്തു മനുഷ്യപുത്രനായി ഈ ലോകത്ത് ജീവിച്ചതുപോലെ ജീവിക്കുവാൻ സാധിക്കുന്നവനാണ് ഇഹീദോയോ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുക. മുന്നോട്ട് പോകാം. അപ്പോ ദൈവവേലയിൽ ക്രിസ്തുവിനെ പോലെ ആകുവാൻ പരിശ്രമിക്കുന്ന വ്യക്തികളെ ഇഹീദോയോ എന്ന് പറഞ്ഞു നിർത്തുകയാണ്. മോർ യാക്കോബ് ബ്രുദോനോ, ശ്രുഗിലമോർ യാക്കോബിന്റെ ഇൻഫ്ലുവൻസ്, പ്രത്യേകിച്ച് ഈ രണ്ട് മെമ്മറാകളിൽ വന്നിരിക്കുന്ന ഇൻഫ്ലുവൻസ് രണ്ട് വ്യക്തികളാണ്. ഈ സോഴ്സ് എന്നൊക്കെ പറയാം. ഒന്ന് എഫ്രൈം ആണ്, രണ്ട് ഇവാഗുരിയസ് ആണ്. സെമിറ്റിക് റാബിനിക് ടർഗും ഇന്റർപ്രിട്ടേഷൻ രീതി ഉയർത്തിപ്പിടിക്കുന്നതാണ് ആദ്യകാല സുറിയാനി പിതാക്കന്മാർ, എഴുത്തുകാർ, പ്രത്യേകിച്ച് അഫ്രഹാത്ത്, മൊറഫ്രൈം, അതിനുശേഷം വരുന്ന പിന്തുടർച്ചക്കാരനായിരിക്കുന്ന ശ്രുഗിലമോർ യാക്കോബ് ഒക്കെയും. ഇത് യഥാർത്ഥ സുറിയാനി പാരമ്പര്യമാണ്. സെമിറ്റിക് റാബിനിക് ഇന്റർപ്രിട്ടേഷൻ രീതി 5th സെഞ്ചുറി വരെയും അത് നിലനിന്നിരുന്നു. പരിശുദ്ധാത്മാവിന്റെ കിന്നരമായി അറിയപ്പെടുന്ന മോർ അഫ്രൈമിന്റെ ജീവിതത്തെയും എഴുത്തുകളെയും അങ്ങേയറ്റം ബഹുമാനിക്കുകയും സ്വാധീനിക്കുകയും ചെയ്ത വ്യക്തി കൂടിയാണ് ശ്രുഗിലമോർ യാക്കോബ്. സ്കോളേഴ്സ് പറയുന്നത് മോർ അഫ്രൈമിന്റെ ശൈലിയെ അതേപടി സ്വീകരിച്ച പിൻതലമുറക്കാരൻ കൂടിയാണ് ശ്രുഗിലമോർ യാക്കോബ്. അതുകൊണ്ട് തന്നെ പറയാൻ സാധിക്കും, ഈ മെമ്മറാകളിൽ അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്ന ശൈലി ഈജിപ്ഷ്യൻ മൊണാസ്റ്റിക് ട്രഡീഷന്റെ സ്റ്റൈലല്ല. അദ്ദേഹം തീർച്ചയായും അസെമിറ്റിക് പാരമ്പര്യം തന്നെയാണ് പിന്തുടരുക. എന്നാൽ രണ്ടാമത്തെ മെമ്മറായിൽ ഒത്തിരി ഗ്രീക്ക് പാരമ്പര്യം കടന്നു വന്നിട്ടുണ്ട് താൻ. പക്ഷെ പ്രമേയ രീതി, രചനാരീതി, തീം ആൻഡ് സ്റ്റൈൽ, അത് രണ്ടും എഫ്രൈമിന്റെ രീതി തന്നെയാണ് മോർ യാക്കോബ് സ്വീകരിച്ചിരിക്കുക. പല ടൈപ്പുകളും അദ്ദേഹം ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന മോർ അഫ്രൈമിൽ നിന്ന് തന്നെയാണ്. പ്രത്യേകിച്ച് മിസ്റ്റിക്കൽ സ്പിരിച്വാലിറ്റി ഉപയോഗിക്കുന്ന പല പദങ്ങളുണ്ട്. ചെയിൻ, സ്റ്റേഴ്സ്, സ്നേഴ്സ്, നെറ്റ്സ് തുടങ്ങുന്ന ചില ഇമേജറീസ്, ഇതൊക്കെ മോർ അഫ്രൈം ഉപയോഗിച്ച അതേ പദങ്ങൾ തന്നെയാണ് ഇവിടെ മോർ യാക്കോബും ഉപയോഗിക്കുക. അപ്പോൾ ഇവർ രണ്ടുപേരും ഒരുപോലെ അഭിപ്രായപ്പെടുന്ന കാര്യമാണ് ഈ മിസ്റ്റിക്കൽ സ്പിരിച്വാലിറ്റിയുമായി ബന്ധം. മനുഷ്യന്റെ വികാരങ്ങളിലും ശീലങ്ങളിലുമുള്ള സാത്താൻ അപാര ശക്തി ഉപയോഗിച്ച് മനുഷ്യന്റെ വികാരങ്ങളിലും ശക്തികളിലും കയറി തന്ത്രപരമായി അവനെ ചൂഷണം ചെയ്യുന്നതാണ് ഇവർ രണ്ടുപേരും പറഞ്ഞു നിർത്താൻ ആഗ്രഹിക്കുന്നത്. രണ്ടാമതായി മോർ യാക്കോബിന്റെ ഈ എഴുത്തിനെ, അസറ്റിക്കൽ സ്പിരിച്വാലിറ്റിയെ സ്വാധീനിച്ച വ്യക്തി ഇവാഗുരിയസ് ആണ്. ഇവാഗുരിയസിന്റെ മിസ്റ്റിക്കൽ സ്പിരിച്വാലിറ്റി ആൻഡ് തിയോളജി ലോകത്ത് വളരെ പ്രസിദ്ധമാണ്. ഇത് സംസാരിക്കുന്ന ഈ കാലഘട്ടത്തിലും, പുരാതന കാലഘട്ടത്തിലും ആധുനിക കാലഘട്ടത്തിലും ഒക്കെയും ഏറ്റവും കൂടുതൽ മിസ്റ്റിക്കൽ തിയോളജിയെ സ്പർശിച്ച, സ്വാധീനിച്ച വ്യക്തിത്വമാണ് ഇവാഗുരിയസ് പോന്തിക്കസ് എന്ന് പറയുന്ന ഗ്രീക്ക് അസറ്റിക്കൽ ഫാദർ. അദ്ദേഹത്തിന്റെ കാറ്റഗറൈസേഷൻ ഓഫ് ടെംപ്റ്റേഷൻ വളരെ ഫേമസ് ആണ്. 8 ടൈപ്പ് ഓഫ് ടെംപ്റ്റേഷനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ഗ്ലട്ടണി, ലസ്റ്റ്, അവാരി, ആങ്കർ, സ്ലോത്ത്, സാഡ്നസ്, വെയിൻ ഗ്ലോറി, പ്രൈഡ് എന്ന് തുടങ്ങുന്ന വളരെ പ്രസിദ്ധമാണ്. അതൊക്കെയും ആ കാലഘട്ടത്തിൽ ഉള്ള സന്യാസികളെ, പ്രത്യേകിച്ച് 5ാം നൂറ്റാണ്ട് മുതൽ സുറിയാനി പാരമ്പര്യത്തിലും വളരെ ശക്തമായി സ്വാധീനം ചെലുത്തുവാൻ തുടങ്ങി. രണ്ടാമത്തെ മെമ്മറായിൽ പ്രത്യേകിച്ച് ഒത്തിരി സ്വാധീനങ്ങളെ നമുക്ക് പ്രത്യേകം എടുത്തു കാണാൻ സാധിക്കും. 5ാം നൂറ്റാണ്ടൊക്കെ ആയപ്പോഴേക്കും ഒത്തിരി ഗ്രീക്ക് എലമെന്റ്സുകൾ, ഗ്രീക്ക് റൈറ്റിംഗ്സ് ഒക്കെയും സിറിയക് ട്രഡീഷനിലേക്ക് കടന്നു വന്നു. പ്രത്യേകിച്ച് നിസായിലെ ഗ്രിഗറിയുടെ എഴുത്തുകൾ, ഇവാഗുരിയോസിന്റെ ഈ മിസ്റ്റിക്കൽ സ്പിരിച്വാലിറ്റിയുമായി ബന്ധപ്പെട്ട എഴുത്തുകൾ,
സെന്റ് ആന്റണിയുടെ ജീവചരിത്രം, പലേഡിയസിന്റെ വർക്കുകൾ, മക്കാറിയോസിന്റെ ഹോമിലികൾ, ഇതൊക്കെയും സുറിയാനി പാരമ്പര്യത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടു. മോർ യാക്കോബിന്റെ കണ്ടംപററി ആയിരുന്ന ഐസക് ഓഫ് നിനവെ, അദ്ദേഹവും ഈ ഇവാഗ്രിയസിന്റെ ഒരു മിസ്റ്റിക് ആയിരുന്നു. അദ്ദേഹത്തിന്റെ വർക്കുകളിലും ഇവാഗ്രിയസിന്റെ സ്വാധീനമുണ്ട്, ഇൻഫ്ലുവൻസ് ഉണ്ട്. മോർ യാക്കോബിന്റെ കണ്ടംപററി ആയിരുന്നു മോർ ഫിലക്സിനോസ് മാബൂക്ക്. അദ്ദേഹമാണ് ക്ലാസിക് ഗ്രീക്ക് വർക്കുകളൊക്കെയും സുറിയാനിയിലേക്ക് തർജിമ ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രധാനപ്പെട്ട വ്യക്തി. അതിനുശേഷം 7-ാം നൂറ്റാണ്ട് വരെ ഒത്തിരി സുറിയാനി പിതാക്കന്മാരും എഴുത്തുകാരും ഒക്കെയും ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് സുറിയാനിയിലേക്ക് സമ്പാദിച്ചിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ഹോമിലിയെ കുറിച്ചാണ് ചിന്തിക്കാൻ പോവുക. ദ ഫസ്റ്റ് ഹോമിലി ഓൺ ദ സോളിറ്ററീസ് മെമ്മറോ കത്മോയോ അൽ ഇഹീദോയെ. ഫസ്റ്റ് ഹോമിലി വളരെ ബ്യൂട്ടി നിറഞ്ഞതാണ്, മനോഹരമാണ്. പ്രത്യേകിച്ച് ആ പഴയ സുറിയാനി പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഈ ഒന്നാമത്തെ മെമ്മറ അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അതിനകത്ത് പല ടൈപ്പുകളും ഉപയോഗിക്കുന്നുണ്ട്. നന്മ തിന്മകളുടെ അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലങ്ങൾ, ട്രീ ഓഫ് ദി നോളജ് ഓഫ് ഗുഡ് ആൻഡ് ഈവിൽ. അപ്പൊ അതിനെക്കുറിച്ച് അത് ടൈപ്പായിട്ട് പറയുന്നത് ലോകത്തിന്റെ സന്തോഷവും സമ്പത്തും എന്നുള്ളതാണ്. ഫ്രൂട്ട് ഓഫ് ദി ട്രീ ഓഫ് ദി നോളജ് ഓഫ് ഗുഡ് ആൻഡ് ഈവിൽ, ലോകത്തിന്റെ സന്തോഷവും സമ്പത്തും. രണ്ടാമതായി അദ്ദേഹം ഫ്ലവേഴ്സ്, പുഷ്പങ്ങളെ, ഫേഡിങ് ബ്യൂട്ടി ഓഫ് ദി വേൾഡ്, ലോകത്തിന്റെ പാടിപ്പോകുന്ന ലോക ഭംഗിയെക്കുറിച്ച് അദ്ദേഹം ടൈപ്പായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട 2 ഉപമാന രീതിയാണ് ഇനി കാണുന്നത്. ലോത്തും ലോത്തിന്റെ ഭാര്യയും. ലോത്ത് പ്രതിദാനം ചെയ്യുന്നത് ഫ്ലീ ഫ്രം ദ വേൾഡ്, ലോകത്തിൽ നിന്ന് ഓടിപ്പോകുന്ന സന്യാസികളെ പ്രതിദാനം ചെയ്യുന്ന വ്യക്തിയാണ് ലോത്ത്. എന്നാൽ ലോത്തിന്റെ ഭാര്യ ലോകത്തെ സ്നേഹിക്കുന്ന, ലവ് ടുവേഴ്സ് ദ വേൾഡ്, ലോകത്തെ സ്നേഹിക്കുന്ന വ്യക്തികളെ, ലോകത്തിൽ ജീവിക്കുന്ന ലോകമോഹികളായി ജീവിക്കുന്ന വ്യക്തികൾ പ്രതിദാനം ചെയ്യുന്നു. അടുത്ത 2 പട്ടണമാണ്, സോവാർ ആൻഡ് സോദോം. സോദോം ലോകത്തിന്റെ വാസത്തെ കുറിക്കുകയാണ്, ലോകത്തെ സ്നേഹിക്കുന്നവരുടെ വാസം, ഇവിടെ തിരക്ക് നിറഞ്ഞ മനോഹരമായ പട്ടണത്തിൽ ജീവിക്കുന്നത്. എന്നാൽ സോവാർ അസെറ്റിക്കൽ ലൈഫ്, അതായത് ലോകത്തിന്റെ മോഹത്തെയൊക്കെ ഉപേക്ഷിച്ച് സെല്ലുകളിൽ, കേവുകളിൽ, ഗുഹകളിൽ അല്ലെങ്കിൽ ദേറാകളുടെ ഉൾവശത്ത് ഒരു ചെറിയ മുറിയിൽ ആത്മീയമായ നിർവൃതിക്കായിട്ട് കാത്തിരിക്കുന്നവർ, അങ്ങനെയുള്ളവരെ കുറിക്കുന്നതാണ് സോവാർ എന്ന കൊച്ചു പട്ടണം. ഇതിനകത്ത് ഒത്തിരി തീംസുകൾ പ്രതിപാദിക്കും. നമുക്ക് എല്ലാ വശത്തേക്കും പോകാൻ സാധിക്കില്ല. 1-2 കാര്യങ്ങൾ പറഞ്ഞു നിർത്തുകയാണ്. ദൈവം ആത്മീയ പ്രകാശമാണ്, ആത്മീയ ദിവ്യസമ്പത്ത് നൽകുന്നവനാണ്. ആത്മാവ് ജീവൻ കണ്ടെത്തുന്നത് ദൈവവുമായി ഒന്നാകുമ്പോഴാണ്, യൂണിയൻ വിത്ത് ഗോഡ്. ലൗകിക കാര്യങ്ങളെക്കുറിച്ചുള്ള ആകാംക്ഷ അല്ലെങ്കിൽ വ്യഗ്രത, മനുഷ്യന്റെ ഉത്കണ്ഠ മനുഷ്യന്റെ ആത്മാവിനെ നശിപ്പിക്കും. സന്യാസികളുമായി ബന്ധപ്പെട്ട വലിയൊരു കാര്യമാണ് ലോക കാര്യങ്ങളെക്കുറിച്ചുള്ള ഉത്കണ്ഠ. അത് ഈ മെമ്മറായിൽ ഏറ്റവും കൂടുതൽ പ്രതിപാദിക്കുന്ന ഒരു കാര്യമാണ്. മനുഷ്യന്റെ വ്യഗ്രതയും ഉത്കണ്ഠയും അത് മനുഷ്യന്റെ ആത്മാവിനെ നശിപ്പിക്കും, പ്രത്യേകിച്ച് സന്യാസികളുടെ ആത്മാവിനെ നശിപ്പിക്കും. ആത്മീയ ശിക്ഷണ രീതികൾ ആത്മീയ സമ്പാദ്യത്തെ ഹൃദയത്തിൽ സൂക്ഷിക്കുവാൻ സാധിക്കും. സന്യാസികൾ ആത്മീയമായ ശിക്ഷണ രീതികൾ, പ്രത്യേകിച്ച് സങ്കീർത്തന വായന, ഉപവാസം, പിന്നെ ആത്മീയ ഉപദേശങ്ങളിൽ പഠിക്കുക, അതിൽ വളരുക, ഇതൊക്കെയും ഹൃദയത്തിൽ ആത്മീയ സമ്പാദ്യത്തെ സൂക്ഷിക്കുവാൻ സാധിക്കും. ഇല്ലെങ്കിൽ ഇതെല്ലാം നഷ്ടപ്പെട്ടു പോകുമെന്നാണ് പറയുന്നത്. ദാരിദ്ര്യം ആത്മാവിനെ പ്രകാശിപ്പിക്കും, എന്നാൽ ലൗകിക സമ്പാദ്യം ആത്മാവിനെ അന്ധകാരമയമാക്കും. ഇങ്ങനെയൊക്കെയാണ് ഉള്ള തീംസുകളാണ് ഇതിനകത്ത് പ്രതിപാദിക്കുക. മുന്നോട്ട് പോവുകയാണ്. ഈ ഒന്നാമത്തെ മെമ്മറായില് സ്രൂഗിലെ മോർ യാക്കോബ് ഒരു പ്രത്യേക വേദഭാഗത്തെ ബേസ് ചെയ്തിട്ടാണ് ഈ ഇഹിദോയോ സന്യാസികളെ, താപസന്മാരെ ഉപദേശിക്കുക. അത് മത്തായി ശ്ലീഹയുടെ സുവിശേഷം 6-ാം അധ്യായം 19-34 വരെയുള്ള വചനഭാഗമാണ്. സെന്റ് മാത്യു ചാപ്റ്റർ 6 verses 19-34.
അതിൻ്റെ ഒരു നല്ല വ്യാഖ്യാനം കൂടിയാണ് യഥാർത്ഥത്തിൽ ഈ ഒന്നാമത്തെ ഈ മെമറ. മെയിൻ തീം എന്ന് പറയുന്നത് സ്പിരിച്വൽ ഇല്ലുമിനേഷൻ ആൻഡ് ട്രൂ വെൽത്ത് ആണ്. ആത്മീയമായ പ്രകാശം, ആത്മീയമായ സമ്പത്തിനെ കുറിച്ചൊക്കെയാണ് ഇവിടെ പ്രതിപാദിക്കുക. ഒത്തിരി അനാലജിയൊക്കെ അവിടെ ഉപയോഗിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രകൃതി, എഫ്രേമിനെ പോലെ തന്നെ പ്രകൃതിയിൽ നിന്നും വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നും മനുഷ്യർ ദൈനം ചെയ്ത എക്സ്പീരിയൻസിൽ നിന്നൊക്കെയാണ് ഇതുപോലുള്ള സാദൃശ്യങ്ങളൊക്കെയും സെറുഗുലം മോർ യാക്കോബ് കൊണ്ടുവരിക. ഈഹിതാക്കാരുള്ള പ്രത്യേകമായ ഉപദേശങ്ങളൊക്കെയും ഇവിടെ പ്രത്യേകം കൊടുക്കുന്നുണ്ട്. സന്മാർഗനിഷ്ഠയോടുകൂടി ദാരിദ്ര്യം അനുഷ്ഠിക്കുക, സഹോദരനെതിരെ വിദ്വേഷം ഉപേക്ഷിക്കുക, ആത്മീയ ശിഷ്യങ്ങളായിരിക്കുന്ന വായന, പ്രാർത്ഥന, ധ്യാനം, ദൈവത്തിലുള്ള ദൃഢമായ വിശ്വാസം, ഇവയിൽ നിങ്ങൾ എപ്പോഴും ഉറ്റിരിക്കുക എന്നുള്ളതൊക്കെ. പ്രത്യേകിച്ച് ഇത് സംസാരിക്കുന്ന ആ കാലഘട്ടം 5-ാം നൂറ്റാണ്ടൊക്കെ ആയപ്പോഴേക്കും ഒത്തിരി സന്യാസികൾ വന്നു. ലോകത്തിന്റെ മോഹങ്ങൾ ഉപേക്ഷിച്ച്, ധാരാളിത്തം ഉപേക്ഷിച്ച് പലരും സന്യാസത്തിലേക്ക് തിരിഞ്ഞു. പക്ഷെ കുറച്ചു പേരൊക്കെ പിന്നിലേക്ക് നോക്കുന്നുണ്ടായിരുന്നു, അവർ വന്ന വഴിയിലേക്ക്, ലോകമോഹങ്ങളിലേക്ക്. ആ കാലഘട്ടത്തിലാണ് ഈ മെമറ എഴുതപ്പെടുന്നു എന്നുള്ളതും വളരെ പ്രസക്തമേറിയ ഒരു കാര്യമാണ്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട തീമായിരുന്നു ആകാംക്ഷ എന്നുള്ളത്, അല്ലെങ്കിൽ ഉത്കണ്ഠ എന്നുള്ളത്. ആകാംക്ഷ, ആൻസൈറ്റി ആൻഡ് ലുക്കിംഗ്. ആകാംക്ഷ അല്ലെങ്കിൽ ഉത്കണ്ഠ അത് ലോകത്തെ കുറിക്കുന്നതാണ്. ഒരു ഏകാന്തവാസിക്ക്, ഒരു സന്യാസിക്ക് ഇത് വളരെ ഭീഷണി നിറഞ്ഞതാണ്. അവന്റെ ജീവിതത്തെ നശിപ്പിക്കുന്നതെന്നാണ് വ്യക്തമായി ഇവിടെ പറയുക. അവന്റെ ജീവിതത്തെ നശിപ്പിക്കും. ഉത്കണ്ഠ അവന്റെ ജീവിതത്തെ നശിപ്പിക്കും. ആകാംക്ഷ അല്ലെങ്കിൽ ഉത്കണ്ഠ ഒരുവനെ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കാൻ പ്രേരിപ്പിക്കും. പിന്നിലേക്ക് എന്ന് പറയുന്നത് അവൻ കടന്നു വന്ന വഴികളിലേക്ക് തിരിഞ്ഞു നോക്കുവാൻ അവനെ പ്രേരിപ്പിക്കും. അതുമായിട്ടുള്ള ഒരു പദ്യശകലത്തിലേക്ക് ആണ് നമ്മൾ പോവുക. ഹോമിലിയുടെ പ്രധാനപ്പെട്ട ഭാഗം. ഒന്നാമത്തെ മെമറായിലെ 65 മുതൽ 69 വരികളാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. മോറാ നൊഫുലോ ലഹോദേ സെഫ്തോ ദിയൗമോ ശകലും. നമ്മുടെ കർത്താവ് തന്നെ ദിവസത്തെക്കുറിച്ചുള്ള ആ ഉത്കണ്ഠ അപ്പോസ്തലന്മാരിൽ നിന്ന് മാറ്റി എടുത്തു കളഞ്ഞു. പറയുന്നത് അങ്ങനെയാണ്. മെൻ തൽമീദേബ് ഹോയിദോഫ് ബീസ്തോ ക്രോഗെലിയോയിസ്. അവൻ പരസ്യമായിട്ട് പ്രഖ്യാപിച്ചു, പരസ്യമായിട്ട് പറഞ്ഞു. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഈ ഉത്കണ്ഠ ഒരു തിന്മയാണ്. ഇറ്റ്സ് ആൻ ഈവിൾ. ഉത്കണ്ഠ സന്യാസികൾ ഉണ്ടാകുന്നുവെങ്കിൽ അതൊരു തിന്മയാണെന്ന് വ്യക്തമായിട്ട് അവൻ പറയുകയാണ്. ഒലേ ഹോദേ സെഫ്തോ ദി യൗമോ ലവ് ഫുകുദോനോ അബുൽ അസ്ലിഹാവ് ഏലോ ഷബുക്കോയ് ദ ലോനോ മൂസോ. അതായത് ദൈനംദിനം ഉത്കണ്ഠകളെ കുറിച്ച്, ആകാംക്ഷയെ കുറിച്ച് കൽപ്പനകളൊന്നും പ്രത്യേകമായി നൽകുന്നില്ല. കർത്താവ് പ്രത്യേകം കൽപ്പനകൾ നൽകുന്നില്ലെങ്കിലും ഇത് സ്പെസിഫിക് ആയിട്ട് ഇത് സന്യാസികൾക്ക് നൽകിയിരിക്കുകയാണ്, അല്ലെങ്കിൽ എല്ലാവർക്കും നൽകിയിരിക്കുകയാണ്. എന്താണ് പറഞ്ഞിരിക്കുക? അതിലോ തീഫൂൻ ദം ഹോറാലേഫ് കത് ഹോയാറുവോ. നാളെയെ കുറിച്ച് ഉത്കണ്ഠ നിങ്ങൾക്ക് വേണ്ട, ആകുലത വേണ്ട. കർത്താവ് പഠിപ്പിച്ചു, ഡു നോട്ട് ബി ആങ്ഷ്യസ് അബൌട്ട് ടുമോറോ. നാളെയെ കുറിച്ച് നിങ്ങൾക്ക് ഉത്കണ്ഠ ഉണ്ടാകരുത്. താമസർ അല്ലെങ്കിൽ ഈഹീദായെ സോളിറ്ററി ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. താമസർ എടുക്കുന്ന ഒരു കാര്യമാണ് ദാരിദ്ര്യം, പോവർട്ടി. അത് പോവർട്ടി എടുക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന വലിയൊരു ടെംപ്റ്റേഷൻ ഇതാണ്. ലോകത്തിലേക്ക് നോക്കുന്ന നിമിഷം ദാരിദ്ര്യവ്രതം എടുത്തിരിക്കുന്ന ഒരു സന്യാസി, ഒരു താപസൻ ലോകത്തിലേക്ക് നോക്കുന്ന പക്ഷം അവന് അസൂയ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. When he looking at the life of the world, the solitary's poverty creates the potential for envy. He becomes an envy man.
അവനൊരു അസൂയ നിറഞ്ഞ മനുഷ്യനായി തീരാൻ സാധ്യതയുണ്ട്. അതായത് ദാരിദ്ര്യവ്രതത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവൻ പിന്നിലേക്ക് നോക്കരുതെന്നാണ് പറയുക. പിന്നിലേക്ക് തിരിഞ്ഞു നോക്കരുത്. ആ കാലഘട്ടത്തിൽ ഒത്തിരി പേര് ശരിക്കും തങ്ങൾ സാധാരണക്കാരെ പോലെ ജീവിച്ച, അല്ലെങ്കിൽ ലോകബോധങ്ങളിൽ ജീവിച്ചിട്ട് അവര് സന്യാസികളായി പുറപ്പെട്ടിട്ടും ചിലരൊക്കെയും മനസ്സ് തളർന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. തമ്പുരാൻ തന്നെ പറയുന്നുണ്ടല്ലോ, കലപ്പ കൈവച്ച ശേഷം തിരിഞ്ഞു നോക്കരുത്. ഈ പദമൊക്കെ യഥാർത്ഥത്തിൽ സ്രൂഗില മോർ യാക്കോബ് ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഈ മാർഗത്തിൽ സ്ഥിരമായി ചലിക്കുക, ദൈവത്തിന്റെ വിശ്വാസത്തിൽ, ദൈവത്തിന്റെ കരുതലിൽ വിശ്വാസം അർപ്പിക്കുക. കണ്ടിന്യൂസ് റിലയൻസ് ഓൺ ദ പ്രൊവിഷൻ ഓഫ് ഗോഡ്. ദൈവത്തിന്റെ കരുതൽ വിശ്വാസം അർപ്പിക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ, അങ്ങനെ ആ താമസം ചെയ്തു കഴിഞ്ഞാൽ അവൻ മുൻകൂട്ടി ആത്മീയമായ പ്രകാശത്തെയും സ്വർഗീയമായ സമ്പത്തിനെയും അവൻ മുൻകൂട്ടി അനുഭവിക്കും. അവൻ ജീവിച്ചിരിക്കുന്ന നിമിഷത്തെ അനുഭവിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതിനെക്കുറിച്ചുള്ള ഒരു മെമ്മറായിലെ ഒരു ഭാഗത്തിലേക്കാണ് പോകുക. ലൈൻ 33-40. സൗക്കോദുമായോ മാഹേല നൂനോ വെനഹൂദു സോലേക്ക് നൂനോ ലയബുഷോ അബറേത് ഹൂമോ തുമാഹേ വോലെ. അർത്ഥം ഇതാണ്: ജലത്തിലുള്ള ശ്വാസം ഒരു മത്സ്യത്തെ നിലനിർത്തുന്നു. എന്നാൽ മത്സ്യം വരണ്ട ഭൂമിയിലേക്ക് എത്തപ്പെട്ടാൽ അത് അതിന് ജീവൻ നൽകുന്ന അതിർത്തി കടന്നു പോകും. അതായത് വെള്ളത്തിൽ ജീവിക്കുമ്പോൾ മത്സ്യത്തിന് ശ്വാസം എടുക്കാൻ സാധിക്കും. എന്നാൽ അതിന്റെ അതിർത്തി കഴിഞ്ഞ്, ബൗണ്ടറി കഴിഞ്ഞ് ഒരു കരയിലേക്ക് ചാടിയാൽ, കരയിലേക്ക് എത്തപ്പെട്ടാൽ അവിടെ അതിന് ജീവൻ നഷ്ടപ്പെട്ടു പോകും. ജീവൻ നഷ്ടപ്പെട്ടു പോകും. മാഹേവോ ധൂമൻ മാഹേവോലെ ബാറാലോഹോ കീഹോ റൂഹോ മഹിയോനീസോ ലഗൻസോ ദിനോഷോ വൈനോ ദിനോഫേക് മേനെ വൗഫി. ദൈവപുത്രനിലാണ് മനുഷ്യവർഗം ജീവൻ നിലനിർത്തുക. ജീവൻ നൽകുന്ന ആത്മാവ് സ്ഥിതി ചെയ്യുന്നത് ദൈവപുത്രനിലാണ്. ആരാണോ അവനിൽ നിന്ന് ദൂരത്ത് പോകുന്നത് അവൻ നശിച്ചു പോകും, അല്ലെങ്കിൽ അവൻ മരണം പ്രാപിക്കും എന്നാണ് പറയുക. നശിച്ചു പോകും. അക്ദബ് യാമോ റാബോ ഹഹ് ബേറുഹോനോയിസ് എൻദേൻ തേബാദ് മേനെ മൗതാവ് ദമലേവായ് ദമലേവോയ്. സൂക്കോയ് വാഹി വേലോ എൻബെ ലോഹായേയാത് നെഹേലോക് മായോ വതുബേനൂനോ ദുറോയേ ഹായേ. അതായത് വലിയ സമുദ്രത്തിൽ എന്ന പോലെ ആത്മീയമായി അവനും നീന്തുക. എന്നാൽ അവനിൽ നിന്ന് വേർപെട്ടാൽ ദുർഗതി മരണമായിരിക്കും. ഇത്ര മനോഹരമായിട്ടാണ് മോർ യാക്കോബ് പറയുക. അതായത് സെമിറ്റിക് പാരമ്പര്യത്തിന്റെ പ്രത്യേകത ആദ്യം ഓർമ്മിപ്പിച്ചുള്ള വിശുദ്ധ ഗ്രന്ഥത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. നമുക്കറിയാം, ക്രിസ്തു തന്നെ പറയുന്നുണ്ട്, ഞാനാണ് ജീവജലം. അപ്പൊ അതിനെ സാധാരണ മനുഷ്യരുടെ അനുഭവവുമായി ബന്ധപ്പെടുത്തിയാണ്, മത്സ്യത്തോട് ബന്ധപ്പെടുത്തിയാണ്, പ്രകൃതിയുമായി ബന്ധപ്പെടുത്തിയാണ് ഇവിടെ പറയുക. മത്സ്യത്തിന് ജീവൻ അല്ലെങ്കിൽ ശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നത് പോലെ ഒരു സന്യാസിക്ക് തീർച്ചയായിട്ടും ദൈവപുത്രനിൽ നിന്ന് അകന്നുപോയ ജീവൻ നൽകുന്ന ആത്മാവ് സ്ഥിതി ചെയ്യുന്ന ദൈവപുത്രനാണ്. അവനിൽ നിന്ന് അകന്നാൽ, സന്യാസിക്ക് മാത്രമല്ല മനുഷ്യവർഗത്തിന് മുഴുവൻ, അവനിൽ നിന്ന് അകന്നുപോയാൽ അവന് നാശമായിരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യുക? വലിയ സമുദ്രത്തിൽ എന്നതുപോലെ നമ്മൾ നീന്തുക, ദൈവപുത്രന് നീന്തുക. അവനിൽ നിന്ന് വേർപെട്ടാൽ നമ്മുടെ സ്ഥിതി മരണമായിരിക്കും എന്നാണ്. വീണ്ടും പറയുന്നു, അവനെ ശ്വസിക്കുക, അവനിൽ ജീവിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല. അവനിൽ നിന്ന് ശ്വാസം എടുക്കുക, അതായത് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക എന്നുള്ളതാണ്. അങ്ങനെ മശിഹായെ നിനക്കുള്ള ജലമായി അനുവദിക്കുക. ഇങ്ങനെ പറയണം, ഇൻഹേൽ ഹിം ആൻഡ് ലീവ്, ഫോർ അൺലെസ് യു ആർ ഇൻ ഹിം യു കനോട്ട് ലീവ്. Let him be water to you, and to you a fish in him, feeding on life.
ജീവൻ പ്രദാനം ചെയ്യുന്ന അവനിൽ വസിക്കുന്ന മത്സ്യമായിരിക്കട്ടെ നീ. അവനിൽ വസിക്കുന്ന മത്സ്യമായിരിക്കട്ടെ നീ. അപ്പോ യഥാർത്ഥത്തിൽ ജീവജലം എന്ന് പറയുന്ന ഒരു സമുദ്രമായിട്ട് കാണുകയാണ്. ക്രിസ്തുവിനൊരു സമുദ്രവുമായിട്ട് ഉപമിച്ചിരിക്കുകയാണ്. അതിൽ വസിക്കുന്ന ഒരു മത്സ്യമായിരിക്കട്ടെ. ഇതിന്റെ ബൗണ്ടറി വിട്ട് നീ പോകരുത്. സന്യാസികളോട് പറയുകയാണ്, ദൈവപുത്രനെ വിട്ട് നീ പോകരുത്. ദൈവപുത്രന്റെ ശിക്ഷണമായിരിക്കട്ടെ, ആത്മീയ ഉപദേശമായിരിക്കട്ടെ എന്നുള്ളതാണ്. വീണ്ടും ലോക സമ്പാദ്യത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠയെക്കുറിച്ചാണ് സംസാരിക്കുക. ആൻസൈറ്റി ഓവർ ദ പൊസഷൻ ഓഫ് ദ വേൾഡ്. അവിടെ പ്രത്യേകമായി പറയുന്നു, താപസന്മാരുടെ ഇഹീദോയോൾ, അവരുടെ ആത്മീയ വളർച്ചയ്ക്കും വികസനത്തിനും ഏറ്റവും വിഘ്നം വരുത്തുന്ന ഒന്നാണ് ആദ്യം ഓർമ്മിപ്പിച്ചതുപോലെ ഉത്കണ്ഠ. അപ്പൊ അതിനൊരു ഉദാഹരണം കൂടി ഇവിടെ മോർ യാക്കോബ് പറയുന്നുണ്ട്. കർത്താവ് തമ്പുരാൻ പറഞ്ഞ അതേ വാചകം ഉച്ചരിച്ചുകൊണ്ട് തന്നെയാണ്, അതിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെയാണ്. സെന്റ് ലൂക്ക് ചാപ്റ്റർ 17 verses 32. റിമെമ്പർ ലോത്ത്സ് വൈഫ്. ലോത്തിന്റെ ഭാര്യയെ ഓർക്കുക. അപ്പൊ അതിനെ പറഞ്ഞുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ താപസന്മാരെ, സന്യാസികളെ ഉപദേശിക്കുക. അനർഹമായിട്ടുള്ള ലോകത്തോടും അതിന്റെ സമ്പാദ്യത്തോടുമുള്ള മമത ഒഴിവാക്കുവാനാണ് ഇതുവഴി ഓർമ്മിപ്പിക്കുക. അതിനെക്കുറിച്ചുള്ള ഒരു മെമ്മറായിലെ ഒരു ഭാഗമാണ് നമ്മൾ കാണുവാൻ പോകുന്നത്. തെഹവെ അത്സേദുലൂത്ത് മഹസീസോ ലകുൽ ഫോറൂഷെ. ലോത്തിന്റെ ഭാര്യ എല്ലാ വിവേകികളായ സോളിറ്റ്യൂഡിനും ഇഹിദോയ്ക്കും ഒരു ദർപ്പണമാണ്. മഹസീസോ ദർപ്പണമാണ്, കണ്ണാടിയാണ്. ദ ലോനെസ് ഹഫ്കൂൻ ഒൽമോല മഹസോ ഹാബി ബോയ്സ്. ലോകത്തിന്റെ മുഖത്തിലേക്ക് തിരിഞ്ഞ് നോക്കാതിരിക്കുവാൻ, മോഹത്തോടുകൂടി തിരിഞ്ഞ് നോക്കാതിരിക്കുവാൻ കഴിയാതിരിക്കേണ്ടതിന് എന്ത് ചെയ്യണം? ലോകത്തിന്റെ മോഹത്തിലേക്ക് തിരിഞ്ഞു നോക്കാതിരിക്കുവാൻ കഴിയാതിരിക്കേണ്ടതിന് ദർപ്പണമായി നിങ്ങൾ നോക്കേണ്ട വ്യക്തിത്വം, കണ്ണാടിയായി കാണേണ്ട, എക്സാമ്പിളായിട്ട് കാണേണ്ട വ്യക്തിത്വം ലോത്തിന്റെ വൈഫാണ്. ഓ ഫു മോറാനക് തഹ്വീത്തോ ഐതി സോമോ. നമ്മുടെ കർത്താവും അവളെ ഒരു ദൃഷ്ടാന്തമാക്കി, തഹ്വീത്തോ എക്സാമ്പിൾ, ഒരു ഉദാഹരണമാക്കി കൊണ്ടുവന്ന് നമ്മുടെ മുമ്പാകെ വെച്ചിട്ടുണ്ട്. കൊണ്ടുവന്ന് പറയും. മുമ്പിലേക്ക് പോകാം, അതിനെക്കുറിച്ച് തന്നെയാണ് പറയുക. തുടരുകയാണ്. കാദ് നഫ്കോവോസ് ലേബോ ഫുഷുവോ ഉമറോ ദസ്ദൂം. അവൾ പുറപ്പെടുമ്പോൾ, അതായത് സോതോമിൽ നിന്ന് പുറപ്പെടുമ്പോൾ, അവളുടെ ഹൃദയം സോതോമിലെ വാസസ്ഥലത്തായിരുന്നു. അലഹോയ് താമോൻ ഫാഷാത്തോ ഫീ തെഹവേ മസലോ. അതുകൊണ്ടാണ് അവൾ ഒരു പഴഞ്ചൊല്ലായിട്ട് മാറിയത്, ഒരു ദൃഷ്ടാന്തമായിട്ട്, ഒരു ഉപമയായിട്ട് അവൾ മാറിയത്. ലൈനോദു മർഫേ ഒൽമോ ഓറേഖ് മെൻ ബീശോസെ. ഒരുവൻ ലോകത്തെ ഉപേക്ഷിക്കുകയും അതിന്റെ തിന്മകളിൽ നിന്ന് ഓടി ഒളിക്കുകയും ചെയ്യുന്നവൻ എന്ത് ചെയ്യണം? തീർച്ചയായും ഈ ഉപമയായി, ദൃഷ്ടാന്തമായി വെച്ചിരിക്കുന്ന ലോത്തിന്റെ ഭാര്യയെ നോക്കണം. ഒരിക്കലും താൻ മോഹത്തോടെ നോക്കാതിരിക്കാൻ തക്കവണ്ണം അവൾ ഒരു ഉപമയായി നൽകിയിരിക്കുകയാണ്. ഒരു ഉപമയായി നിങ്ങളുടെ മുമ്പാകെ വയ്ക്കപ്പെട്ടിരിക്കുന്നതാണ്. അടുത്തത് ഒന്നാമത്തെ മെമ്മറ തന്നെയാണ്, 275 to 78. വഹുവോസ് മസലോ ലീഹിദോയെ ബനൈ മൽക്കൂസോ.
സ്വർഗരാജ്യത്തിന്റെ അവകാശികളായ സോളിറ്ററീസിന് അവൾ ഒരു ദൃഷ്ടാന്തമായി നൽകപ്പെട്ടിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവരെല്ലാവരും അവളെ ഓർക്കുന്നത് ജഡീക കാര്യങ്ങളിൽ, ഭൗതിക കാര്യങ്ങളിൽ കുരുങ്ങാതെ പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്. പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്. അവളെ മാതൃകയാക്കാൻ വേണ്ടിയല്ല. അവരുടെ ജീവിതം ജഡീക കാര്യങ്ങളിൽ കുരുങ്ങാതെ പിടിക്കപ്പെടാതിരിക്കുവാൻ വേണ്ടിയാണ് അവളെ നോക്കേണ്ടത്. വെൻ കെനിയോനുബു ഒൽമോ നർഫൂൻ ലോൻ ഹൂറൂൻ ബെ. ജഡീക കാര്യം പിടിക്കപ്പെടുന്നത്. ലോ അക്ക് അത്സേ ദ ലൂത്ത് നെസ് ബസറൂൻ മെൻ കെനിയോൻ. ലോകത്തിന്റെ വസ്തുക്കളെ ഉപേക്ഷിച്ചാൽ അവർ പിന്നെ അതിൽ ദൃഷ്ടി വെക്കില്ല. അതുകൊണ്ട് ചെയ്യണ ലോകത്തിന്റെ വസ്തുക്കളെ ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ അവർ ലോത്തിന്റെ വൈഫിനെ പോലെ നിന്ദിരായിത്തീരും. ലോത്തിന്റെ വൈഫിനെ പോലെ നിന്ദിരായിത്തീരും എന്നാണ് ഇവിടെ പറയുക. ഒരു ബിബ്ലിക്കൽ സ്റ്റോറി പ്രത്യേകമായി എടുത്ത് ഇവിടെ പറയുന്നുണ്ട്. അവിടെ ലോത്ത് ദൈവത്തോട് ചോദിക്കുന്നുണ്ട്, സമീപമുള്ള സോവാറിലേക്ക് രക്ഷപ്പെടുവാൻ നീ എന്നെ അനുവദിക്കുമോ, എനിക്ക് സാധിക്കുമോ? അപ്പൊ ദൈവം അവനെ അനുവദിക്കുന്നുണ്ട്. അപ്പൊ ആ സോവാറ് സോദോമും തമ്മിലുള്ള ഒരു 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 റിസംബ്ലൻസ് വെച്ചുകൊണ്ടാണ് ഇവിടെ സംസാരിക്കുക. നെഹേൽ ലോക്ക് ഉമറോ സലിയോ സോവാർ വെസ്ഫാലത്തിലോ അക്കുമെൻ നൂറോ മെൻ ബീഷോ സേ ദ് ഓൾമോ ബീഷോ. സോവാറാണ് നിങ്ങളുടെ ശാന്തമായ വാസസ്ഥലം. അതായത് സോദോം എന്ന അഗ്നിയിൽ നിന്ന് അവിടേക്കാണ് നിങ്ങൾ രക്ഷപ്പെടേണ്ടത്. തിന്മ നിറഞ്ഞ ഈ ലോകത്ത് നിന്ന്, സോദോമിൽ നിന്നാണ്. സന്യാസികളോട് പറയുകയാണ്, സോവാറാണ് നിങ്ങളുടെ ശാന്തമായ വാസസ്ഥലം. തിന്മ നിറഞ്ഞ സോദോമിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുവാൻ വേണ്ടി അങ്ങോട്ടേക്കാണ് ഓടിപ്പോകേണ്ടത്. സോദോം സ്തും റാബോവസ്. സോദോം വലുതാണ്, എന്നാൽ വസ് ഉറിയോവസ് സാഗി സോവാർ. സോവാർ വളരെയധികം ചെറുതുമാണ്. ഏലോഹായേബ് സോവാർ എസ്കവൗ സാദിക്കോ. എന്നാൽ ആ നീതിമാൻ ജീവൻ കണ്ടെത്തിയത് സോവാറിലാണ്. എസ്കാ കണ്ടെത്തിയത്, ഫൈൻഡ് ഔട്ട് കണ്ടെത്തിയത് സോവാറിലാണ്. റാബു ഒൽമോ വസ് ഊർ ഉമറോ ദീഹിദോയെ. ലോകം വലുതാണ്. ഈഹിദോയോട് പറയുന്നു, എന്നാൽ നിങ്ങളുടെ വാസസ്ഥലം ചെറുതാണ്. റാബു ഒൽമോ ലോകം വലുതാണ്, വസ് ഊർ ഉമറോ വാസസ്ഥലം ഇഹിദോയോ. സോളിറ്ററീസിന്റെ വാസസ്ഥലം ചെറുതാണ്. നമുക്കറിയാം, താമസന്മാര് ആ കാലഘട്ടത്തില് അവർ ചെറിയ സമൂഹമാണ്, ചെറിയൊരു റൂം കാണും, അല്ലെങ്കിൽ ഗുഹകളിലായിരിക്കും, വിടവുകളിലായിരിക്കും അവർ ജീവിക്കുക. അതുകൊണ്ട് ലോകം വലുതാണ്. സോദോമിൽ എല്ലാ ഭംഗികളുമുണ്ട്. എന്നാൽ സോവാർ വളരെ ചെറിയ ഒരു മലമുകളിൽ ഇരിക്കുന്ന ഒരു ചെറിയ സ്ഥലമാണ്. അവിടെയാണ് നിങ്ങൾ വസിക്കേണ്ടത്, എല്ലാ സൗകര്യങ്ങളുമുള്ള സ്ഥലത്തല്ല. ഒരു നാൾ അവിടെ ഒരുവന്റെ ആത്മാവ് ജീവനെ കണ്ടെത്തുന്നത് എവിടെയാണ്? സോവാറിൽ. അവൻ അതിനെ സ്നേഹിക്കുന്നുവെങ്കിൽ, അതായത് നിങ്ങളിരിക്കുന്ന ഗുഹയിലാണെങ്കിലോ നിങ്ങളിരിക്കുന്ന സെല്ലിലാണെങ്കിലോ, ഇത് ചെറിയ സ്ഥലമെങ്കിലും അവൻ അതിനെ സ്നേഹിക്കുന്നുവെങ്കിൽ അവൻ ജീവനെ കണ്ടെത്തും. ഓക്കെ, അടുത്ത ഒരു നമ്രായിലെ ഒരു ഭാഗം പ്രകാരമാണ്. കുമോഫായോവോസ് വർഗികവോസ് അറവോദസ്തു. നോക്കുക, സോദോം എത്ര മനോഹരവും മോഹിക്കത്തക്കതുമാണ്. ഇസുബോശകിയെ നഹറാവോസോ മലിയോ ശുഫ്രേ.
അവിടെ നീർച്ചാലുകൾ, നദികൾ, മോഹിപ്പിക്കുന്ന സ്ഥലങ്ങൾ, തിരഞ്ഞെടുക്കുവാൻ സാധിക്കുന്ന ഇടങ്ങൾ ഒക്കെയുമുണ്ട്. സ്തും ബഫ്കാസോ ബബറീഷ് തൂറോ സുർത്തോ സോവാ. സോദോം ഒരു താഴ്വരയാണ്, എന്നാൽ സോവാർ ചെറിയ മലമുകളിൽ ഇരിക്കുന്ന ഒരു സ്ഥലമാണ്. ഹോയ് നോഹുബ്തോ ലം ആദൻതോ ബഹായെ എൽബാസ്. മുസാറക് ഉമറോ ദിഹിദോയെ മെൻ ബൂസോമെ ഉദോമെ ഒൽമോ ലസറോ ദസ്തും ദം ആദൻവോ. ലോകം സോദോമിലെ ആനന്ദ നഗരത്തെ പ്രതിനിധാനം ചെയ്യുന്ന സമയത്ത് സന്യാസികളെ, താപസന്മാരെ, ഇഹിദോയോ, നിങ്ങളുടെ ആവാസം, താമസം, ധാരാളിത്തമൊക്കെ ഉപേക്ഷിച്ച് ഈ ചെറിയ സ്ഥലത്ത് വസിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ആധുനിക കാലഘട്ടത്തിലെ താപസന്മാർക്ക് എപ്പോഴും നല്ലൊരു ഉപദേശമാണ് ഇത്ര മനോഹരമായി ഈ ലോത്തിൻ്റെയും അവൻ്റെ വൈഫിൻ്റെയും പ്രത്യേകിച്ച് സോദോമിലെയും സോവാറിൻ്റെയും ഈ സാദൃശ്യം വെച്ചുള്ള ഈ ഒരു പഠനം. നിങ്ങൾ ധാരാളിത്തം ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ, നിങ്ങളുടെ ലക്ഷറിയസ് ലൈഫ് നിങ്ങൾ ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് സ്വർഗീയ സമ്പാദ്യത്തെ സമ്പാദിക്കുവാൻ സാധിക്കുക, ആത്മീയ സമ്പാദ്യത്തെ സമ്പാദിക്കുവാൻ സാധിക്കുകയില്ല. നിങ്ങളുടെ ഉത്കണ്ഠ മാറ്റിയില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആ ഏകന്റെ ശിഷ്യന്മാരായിരിക്കില്ല എന്നൊക്കെയാണ് ഇവിടെ പ്രതിപാദിക്കുക. അങ്ങനെ ഒന്നാമത്തെ മെമ്രായിലെ ചില ചിന്തകളാണ് നമ്മൾ കഴിഞ്ഞത്. രണ്ടാമത്തെ ഹോമിലി ഒത്തിരി ചിന്തകളുള്ള വളരെ വലിയ ഒരു ഹോമിലിയാണ്. 720 ലൈൻസ് തന്നെയുണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് മുഴുവൻ ചിന്തിക്കാൻ സമയമില്ലാത്തതിനാൽ മുന്നോട്ട് പോവുകയാണ്. ഒത്തിരി കാര്യങ്ങൾ സെക്കൻഡ് ഹോമിലി പ്രതിപാദിക്കുന്നുണ്ട്. അവിടെ ഇവാഗ്രിയസിന്റെ ശക്തമായ ചില പ്രതിധ്വനികൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അസിറ്റിക്കൽ സ്പിരിച്വാലിറ്റിയുടെ ചില പ്രതിധ്വനികൾ നമുക്ക് ഈ ഹോമിലിയിൽ കാണാൻ സാധിക്കും. ഒന്ന് രണ്ട് തീംസ് മാത്രം നമ്മൾ ചിന്തിച്ച് നിർത്തുകയാണ്. എപ്പോഴും ദുഷ്ടനായിരിക്കുന്നവൻ, തിന്മപ്പെട്ടവൻ, പിശാച്, സാത്താൻ എപ്പോഴും സന്യാസികളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കും. അതിന് 2-3 കാര്യങ്ങൾ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. വിഷൻസ് ഓഫ് ഇമേജ്, ചില രൂപങ്ങളിലൂടെ എപ്പോഴും സ്വപ്നത്തിലൂടെയൊക്കെയും സന്യാസികളെ ആക്രമിക്കുന്നു, താപസന്മാരെ ആക്രമിക്കുന്നു. പ്രധാനമായിട്ട് പറയുന്ന 2 കാര്യങ്ങളാണ്. ലാസിറ്റ്യൂഡ്, ലാക്ക് ഓഫ് എനർജി, ഡെസ്പോണ്ടൻസി എന്ന വാക്കാണ് ഉപയോഗിക്കുക. പൊതുവെ സുറിയാനി അത് മായുനൂസ്. രണ്ടാമത്തെ കാര്യമാണ് ഡിപ്രഷൻ, മെലങ്കൊളി. ഈ പദങ്ങളൊക്കെയും ഇവാഗ്രിയസ് ഉപയോഗിക്കുന്ന പദങ്ങളാണ്. കറിയൂസ് ലേബോ, സുറിയാനി കറിയൂസ് ലേബോ എന്നാണ് ഉപയോഗിക്കുക. അപ്പൊ ഈ കാര്യങ്ങളിലൂടെ എപ്പോഴും തിന്മപ്പെട്ടവൻ സോളിറ്ററീസിനെ അല്ലെങ്കിൽ ഇഹിദോയെ എപ്പോഴും ആക്രമിച്ചുകൊണ്ടിരിക്കും, വിഷമിപ്പിച്ചുകൊണ്ടിരിക്കും. ഇനി അതിനെക്കുറിച്ച് 1-2 കാര്യങ്ങളാണ് പറയുക. രണ്ടാമത്തെ മെമറായിലെ 21 to 24 ലൈൻ. മായിനൂസോ ബാമിനൂസോ റോമേ ബീശോ ലിഹിദോയെ ബോമെസ്രാഫേൻ ബാഗുനൈഹുൻ. തിന്മപ്പെട്ടവൻ വാശിയോടുകൂടി തളർച്ച കൊണ്ടുവരും. ഇതോടുകൂടി ഈ തിന്മപ്പെട്ടവനുമായി സത്താനുമായിട്ടുള്ള ഈ താപസന്റെ ഈ ഹീദോയുടെ യുദ്ധത്തിൽ അവന് തളർച്ച സംഭവിക്കും. അപ്പോൾ പിശാച് കൊണ്ടുവരുന്ന ഒരു വലിയ ആയുധം എന്ന് പറയുന്നത് തളർച്ചയാണ്. ഡെസ്പോണ്ടൻസി, ലാക്ക് ഓഫ് എനർജി. സന്യാസികളെ ഏറ്റവും കൂടുതൽ ഈ കാലഘട്ടത്തിലും വരുന്ന ഏറ്റവും വലിയൊരു ടെംപ്റ്റേഷനാണ് തളർച്ച എന്നുള്ളത്.
മനസ്സിൽ ഡിപ്രഷൻ കയറിയാൽ സോളിറ്ററീസ് എന്താണ് താൻ അനുഭവിക്കുന്ന കഷ്ടമെന്ന് തിരിച്ചറിയാൻ പോലും പറ്റാത്ത രീതിയിൽ ക്ലേശങ്ങളിലേക്ക് വിടും. തനിക്ക് ഇപ്പൊ എന്താണ് സംഭവിക്കുന്നത് അറിയാൻ പാടില്ലാത്ത രീതിയിലേക്ക്. അതാണ് ഇവിടെ പറയുക. The solitaries are weakened in their contest, and when melancholy enters into the mind, he begins to suffer without knowing why he suffers. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ പാടില്ല. ആ സ്ഥിതിയിലേക്ക് ഒരു എത്തിച്ചേരും. ഇതിനുള്ള ഒരു വഴി സ്രൂഗിലമോർ യാക്കോബ് കൂടെ പറയുന്നുണ്ട്. ഇതിനെ എങ്ങനെ അതിജീവിക്കാം? ഇതിനെ അതിജീവിക്കാവുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ. തന്റെ മരണത്തെക്കുറിച്ച് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുക. അതായത് ഡെസ്പോണ്ടൻസി ആൻഡ് മെലങ്കളി, ഈ തളർച്ചയ്ക്കും ഈ ഡിപ്രഷനും എതിരെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരൊറ്റ വെപ്പൺ എന്ന് പറയുന്നത്, ആയുധം എന്ന് പറയുന്നത് തന്റെ മരണത്തെക്കുറിച്ച് എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. തന്റെ മരണത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക. അടുത്തത് രണ്ടാമത്തെ മെമ്രായിലെ 275-78. ഇഹിദോയോ അഖ്മാലാഗോ കദ് ഫഗറോനൗ am aloho bid enione lilai imom. Solitary is like an angel, even if physical, since he converses with God night and day. അത് സുറിയാനി പാരമ്പര്യത്തിൽ ഉപയോഗിച്ച ഒരു ഒരു മുൻകാലഘട്ടങ്ങളിൽ ഉപയോഗിച്ച ഒരു അസെറ്റിക്കൽ പദമാണ്. സോളിറ്ററി, ഒരു താമസൻ, മാലാഖയെ പോലെയാണ്, ഏഞ്ചലിനെ പോലെയാണ്. അവൻ ജഡത്തിലായിരിക്കുമ്പോഴും അവൻ ഒരു മാലാഖയെ പോലെ തന്നെയാണ്. എന്തുകൊണ്ടെന്നാൽ രാത്രിയിലും പകലും ദൈവവുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു, വിജിലുവായിരിക്കുന്നു. നല്ലൊരു പ്രയോഗം ഇവിടെ കാണാൻ സാധിക്കും. എനിയോനെ ലീലായി ഈമോ, ലിലിയോ ഈമോമോ എന്നുള്ളതാണ്, രാവും പകലും. ലീലായി ഈമോ എന്ന പദം ഉപയോഗിക്കുന്നു. അംറുഹോനെ ഹിലിത് ദുബോറെ ബിയദ് സൂറോക്കെ എനഹൂദ് ലോഗ് നേ ഒൽമോമേദേം ദിനെസ്ഫാക്കർബേ. അവന്റെ ഈ ലോകത്തെ തിരസ്കരിക്കുന്നത് മൂലം അവൻ സ്വർഗീയ ആത്മീയ ജീവികളുമായി അവൻ എപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അടുത്തത് ലാസ്റ്റ്, ഇന്നത്തെ ദിവസത്തിലെ അവസാനത്തെ നമ്മളുടെ മെമ്രായിലെ ഒരു ഭാഗമാണ്. ലോമുസും തെസ്ഈമെൻ ഹെസ്ഓയെ ദ ഹാഗോഗൂനുസോ. ഒരിക്കലും നിങ്ങൾ ഫാന്റസി വിഷനിലേക്ക് പോകരുത്. എന്താണ് കാരണം? ബിക്കോസ് ദ ഈവിൾ വൺസ് പവർ അഗെയിൻസ്റ്റ് ഫ്രീ വിൽ ഈസ് നോട്ട്. ദ ലവ് മേ ദേമു ഹൈലെ ദ ബീഷോ സെദ് ഹീറൂസോ. ഒരിക്കലും പിശാചിന് ഈ ഫ്രീ വില്ലിൽ, ഒരുവിന് സ്വതന്ത്രമായിട്ടുള്ള സ്വാതന്ത്ര്യത്തിൽ കയറി, ഇച്ഛാശക്തി കയറി ഇടപെടാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങളുടെ ഇച്ഛാശക്തി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യുക. നിങ്ങളുടെ ഈ ഫാന്റസി വിഷൻ, അതിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കുക. ലോഗേർ മെസ്കാവ് ഓസേ ദോബാർ ലോ ബഗ്തീറോ ഏലോ ബൽഹൂദ് ശഗശോ മഗറേവ് വബശൂദോ. അവൻ ഒരിക്കലും നിങ്ങളെ കമ്പൽ ചെയ്യില്ല, ഫോഴ്സ്ഫുൾ ചെയ്യില്ല. അതായത് സാബസന്മാരെ, നിങ്ങൾ അവനുമായിട്ടുള്ള യുദ്ധത്തിൽ അവൻ നിങ്ങളെ പ്രേരിപ്പിക്കുകയുള്ളൂ, അവൻ നിങ്ങളെ മയക്കുകയുള്ളൂ. പക്ഷെ ഒരിക്കലും നിങ്ങളുടെ ഫ്രീ വിൽ വന്ന് ഇടപെടുവാൻ ഒരിക്കലും സാധിക്കുകയില്ല എന്ന് പറയുകയാണ്. അപ്പൊ എങ്ങനെയാണ് സോളിറ്ററീസ് ഈ ഫ്രീ വില്ലിനെ ഉപയോഗിക്കേണ്ടതെന്നാണ് ഇവിടെ പറഞ്ഞു നിർത്തുക. നമ്മുടെ ഈ ഒരു
പഠന ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് സ്രൂഗിലെ മോർ യാക്കോബിന്റെ ഈ സ്പിരിച്വൽ അസറ്റിക്കൽ സ്പിരിച്വൽ ചിന്തകളിലൂടെ പോകാൻ നമുക്ക് സാധിച്ചിട്ടുള്ളൂ. പക്ഷേ വളരെ മനോഹരമാണ്. പ്രത്യേകിച്ച് ഏതൊരു മനുഷ്യർക്കും മനസ്സിലാക്കുവാൻ സാധിക്കുന്ന രീതിയിലുള്ള വ്യാഖ്യാന ശൈലിയാണ് ഈ സുറിയാനി പാരമ്പര്യത്തിന്റെ ഒരു പ്രത്യേകത. അത് മോർ അഫ്രൈമിന്റെ ആണെങ്കിലും അഫ്രാഹാത്തിന്റെ ആണെങ്കിലും സ്രൂഗിലെ മോർ യാക്കോബിന്റെ ആണെങ്കിലും വ്യാഖ്യാന രീതികൾ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയാണ്. ഒരു ആന്റി ഫിലോസഫിക്കൽ എഴുത്തുകൾ എന്നൊക്കെയും ചിലരൊക്കെ ഇതിനെ സൂചിപ്പിക്കാറുണ്ട്. ഫിലോസഫിയെ ഒത്തിരി കൊണ്ടുവന്ന് ഒത്തിരി കോംപ്ലക്സ് ആയി അതിനെ പ്രതിപാദിക്കാത്ത രീതികളൊക്കെയും ആദ്യത്തെ 5 നൂറ്റാണ്ട് വരെയും സുറിയാനി പാരമ്പര്യത്തിന്റെ ഒരു ശ്രേഷ്ഠതയാണ്. അതേ വഴി തന്നെയാണ് ഈ 2 മെമ്രാകളും സ്രൂഗിലെ മോർ യാക്കോബ് വ്യാഖ്യാനിക്കുക. എന്നാൽ കുറച്ച് ഗ്രീക്ക് അസറ്റിക്കൽ എലമെന്റ്സ് ഒക്കെയും ഈ 2ാമത്തെ മെമ്രായിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിലും ഏവർക്കും മനസ്സിലാകുന്ന വളരെ ലളിതമായ വ്യാഖ്യാന ശൈലിയാണ് സ്രൂഗിലെ മോർ യാക്കോബിനുള്ളത്. അത് തീർച്ചയായും നമ്മൾക്കും ഇനിയും പ്രത്യേകിച്ച് ഒരു മൊണാസ്റ്റിക് ലൈഫിലേക്ക് കടന്നു വരുന്ന ഏതൊരു താമസനും ഇത് പ്രയോജനകരമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം എവരെയും അനുഗ്രഹിക്കട്ടെ.